ഉൽപ്പത്തി പുസ്തകം 1-ാമത് അധ്യായത്തിൽ അതിൻ്റെ 26-ാമത്തെ വാക്യം, ഇതെല്ലാം നമുക്ക് പരിചിതമായ ഭാഗങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അതിൻ്റെ 27-ാം വാക്യം, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് കാണുന്നു. സൃഷ്ടിച്ച നാൾ ദൈവം അവരെ അനുഗ്രഹിക്കുകയും അവരെ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. അവരെ വർദ്ധിക്കാനായിട്ട് ദൈവം അനുവദിച്ചു. അങ്ങനെ ദൈവം 31-ാം വാക്യം, താൻ 1:31, താൻ ഉണ്ടാക്കിയതിനൊക്കെ ദൈവം നോക്കി, അത് എത്രയും നല്ലതെന്ന് കണ്ടു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു എന്ന് കാണുന്നുണ്ട്. തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യം. ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ സാദൃശ്യം. ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഇൻ ഹിസ് ലൈക്ക്നെസ് ഗോഡ് ക്രിയേറ്റഡ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ദൈവിക സ്വരൂപത്തിലെ ആദ്യത്തെ ചിന്ത എന്താണ്? ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ ആ ചിന്ത എന്തായിരിക്കും? ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ദൈവം ഇരിക്കുന്ന പോലാണോ നമ്മൾ? പിന്നെന്താണ്? ആരോഗ്യം, ആകൃതി, ദൈവത്തിൻ്റെ ആകൃതിയിൽ സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ അമ്മോ, അങ്ങനെയാണോ? അല്ല. പിന്നെന്തായിരിക്കും? ദൈവത്തിൻ്റെ സ്വഭാവം, അങ്ങനെയാണോ പറഞ്ഞേ? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ സ്വഭാവമുണ്ട്, ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്, ദൈവത്തിൻ്റെ സ്വഭാവം. ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ വികാരം എന്താണ്? ദൈവം സ്നേഹം. ആരാണ് പറഞ്ഞേ? സ്നേഹം. ദൈവം എന്താണ്? സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് നോട്ട് ഗോഡ്, ബട്ട് ഗോഡ് ഈസ് ലവ്. ദൈവം എന്താണ്? സ്നേഹമാണ്. സ്നേഹം എന്നുള്ള പദം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി പേര് വാചാലരാകാറുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് എന്തിനാണ്? സ്നേഹത്തിനാണ്. ഏറ്റവും കൂടുതൽ യാചിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്നേഹത്തിന് വേണ്ടിയാണ്. സ്നേഹം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ വാക്യം നമുക്ക് പറയാനും പാടാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ 1 കൊരിന്ത്യർ 13 പറയും, അതാണ് സ്നേഹമെന്ന് പറയും. സ്നേഹം അഗാപ്യ എന്ന് പറയും. പക്ഷേ സ്നേഹമാകണമെങ്കിൽ കുറഞ്ഞത് എത്ര പേര് വേണം? 2 പേര് വേണം. ഒരാൾ മാത്രം ഈ ഭൂമി സ്നേഹം തോന്നുമോ? നമ്മൾ മാത്രം. 1000 ഏക്കർ തോട്ടത്തിൽ നമ്മൾ ഭ്രാന്ത് പിടിക്കുമോ? സ്നേഹം തോന്നുമോ? ഭ്രാന്ത് പിടിക്കും, പേടിച്ചു പോകും അല്ലേ? ഈ മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കാൻ പാടാണ് അല്ലേ? അതുകൊണ്ടാണ് ഈ സന്ധിക്കൊക്കെ കെട്ടിയവന്മാരൊക്കെ താമസിച്ചാൽ ആർക്ക് ബുദ്ധിമുട്ട്? നമുക്ക് ബുദ്ധിമുട്ട്. ഇനി കെട്ടിയവർ താമസിക്കുന്നത് നല്ലതാണ്. സഹോദരിമാർ ഒറ്റയ്ക്കൊന്ന് പുറത്ത് പോയെങ്കിലോ, പുള്ളിക്കാരൻ വീട്ടിലുമാണെങ്കിലോ ദേഷ്യവും, അയ്യോ വെള്ളം, അവൾ പോയേക്കെ, നീ എവിടാണെന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. മനുഷ്യന് എന്ത് ചെയ്യാനൊക്കത്തില്ല, ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ അവിടെയാണ് ദൈവം മനുഷ്യന് കൂട്ടുകൊടുത്തു. ഒറ്റയ്ക്കിരിക്കേണ്ട നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവന് തക്കതായ തുണിയൊക്കെ കൊടുത്തു. എന്നിട്ട് 31-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടത് എന്തെന്ന് കണ്ടു? എത്രയും നല്ലത്. മേളത്തെ സൃഷ്ടി സംഭവ വിവരണത്തിലെല്ലാം നല്ലതെന്നാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. അത് ഗൗരവമായിട്ട് ഓർക്കണം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എങ്ങനെയാണ് കണ്ടത്? എത്രയും നല്ലത്. അർത്ഥം എത്രയും നല്ലത്. ഒന്നുകൂടെ പറഞ്ഞേ. നമ്മൾ ശരിക്കും നമ്മളെ കാണുന്നത് ആരുടെ കണ്ണിൽ കൂടാ? നമ്മളെ കണ്ടതെങ്ങനാ? നമ്മളെ കണ്ടതെങ്ങനാ? ഒരു വീട്ടിൽ 2 പെൺപിള്ളേർ, മൂത്തത് നല്ല വെളുത്തത്, അല്ല ഇളയത് കറുത്തത്, തിരിച്ചു ആയിക്കോട്ടെ. ഒരേ വീട്ടിൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലേ? അപ്പം കറുത്തതിനെ എന്താ വിളിക്കും? നമ്മുടെ കറമ്പി മുത്തപ്പെട്ടോ വിളിക്കത്തില്ലേ? വെളുത്തതിനെ എന്താ വിളിക്കും? നമ്മുടെ സുന്ദരി കുട്ടിയേ എന്ന് വിളിക്കും. അപ്പം മൂത്തതിനൊരു ചിന്തയുണ്ടായി, എന്താണ്? കറുത്ത. മൂത്തതിനെ കറുത്ത, അല്ലെങ്കിൽ കറുത്തതിനെ കറുത്തതെന്ന് തോന്നി, വെളുത്തതിനെ വെളുത്തതെന്ന് തോന്നി. ഞാനൊരു കാര്യം പറയാമേ. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇച്ചിരി ഇരുന്നതാണ്. അയാൾ ഭയങ്കര മിടുക്കിയ ജഗജില്ലയാണ്. പ്രായമായി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം എന്നോട് ചോദിച്ചാൽ, അവൾക്ക് 2 ചേച്ചിമാരൊക്കെ സുന്ദരിമാരാണ്. എടാ, എൻ്റെ ചേച്ചിമാർ നല്ല സുന്ദരിമാരാണ്, നിനക്കറിയാം?
അവരെങ്ങനെ അങ്ങനെ ആയെന്നറിയാമോ? ഞാൻ ചോദിച്ചാൽ എങ്ങനെ അടി? അപ്പോൾ അവൾ പറഞ്ഞു, മൂത്തനെ രണ്ടിനെയും അമ്മ പ്രസവിച്ചത് തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രിയിലാണ്. എൻ്റെ കാലമായപ്പം ഗതികേടിനാ പുഷ്പകരി കൊണ്ടാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. പുഷ്പകരി പ്രസവിച്ചത് കറുത്തുപോയി, സായിപ്പിൻ്റെ ഹസ്ബൻഡ് പ്രസവിച്ചത് വെളുത്തുപോയി. അപ്പം കറുത്തത് വെളുത്തത് അല്ലേ. പിന്നെ ചിലപ്പം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ പ്രോഗ്രസ് കാർഡ് നല്ല മിടുക്കിയ, മറ്റേതോ മൊണ്ണയാണ് മൊണ്ണയാണ്. അപ്പോൾ നമുക്കൊരു ചിന്ത കിട്ടി, നമ്മൾ ആരാ? മൊണ്ണയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ കണ്ണിക്കൂടാണ് നമ്മളെ കാണും. എന്നാൽ ആരുടെ കണ്ണിക്കൂടെ കാണണം? ദൈവത്തിൻ്റെ കണ്ണിക്കൂടെ കാണും. പറഞ്ഞ എല്ലാവരും ആരുടെ കണ്ണിക്കൂടെ? ദൈവത്തിൻ്റെ കണ്ണിക്കൂടെ കാണുമ്പോൾ എല്ലാവരും ആരാ? നല്ലതല്ല, പിന്നെ എത്രയും നല്ലതാണ്. എല്ലാവരും പറഞ്ഞേ, എത്രയും നല്ലത്. നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിക്കൂടെ അല്ലേ കാണുന്നേ. വണ്ണമുള്ള ഒരാളാണല്ലോ, അവരെ വിളിക്കും പൊണ്ണിയാണ്, പൊണ്ണി തടിയാണ് അല്ലേ, വിളിക്കത്തില്ലേ? വണ്ണം കുറഞ്ഞാണല്ലോ എലുമ്പീന്ന് വിളിക്കുക. അല്ലെങ്കിൽ സത്യത്തിൽ ഞങ്ങൾക്ക് എവിടെയാണെങ്കിൽ ഫാറ്റ് ബോയ് അസോസിയേഷനുണ്ട്. ഭയങ്കര വണ്ണമുള്ള പിള്ളേരുണ്ട്. എനിക്ക് അവന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഫാറ്റ് ബോയിയെ കെട്ടിപ്പിടിക്കാൻ ഒരു സുഖമല്ലേ. ഇവിടെ ഫൗറേഷനിൽ ഓർഗം വായിക്കുന്നൊരു തടിയനെ കണ്ടിട്ടുണ്ടോ? തീമാത്തി കൊച്ചു ചെറുക്കനാ, 19 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ പറയും, അവനെ കെട്ടിപ്പിടിച്ചും വേറെ ആരും ഇവനെ തൊട്ട് പോകരുത്, എനിക്ക് മാത്രമേ ഉള്ളൂ അവകാശം. അപ്പോൾ 19 വയസ്സുള്ളൊരു കൊച്ചു ചെറുക്കനാ. എന്നാലും വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഉള്ളെങ്കിലും ഐഡൻറ്റിറ്റിയാണ്. നമ്മളെവിടെയെങ്കിലും ചെല്ലും പറയും, നമ്മളാണ്ട് അവിടെ ഒരാൾ നിൽക്കും, ആൾ നല്ല കനം കുറഞ്ഞതിനെയൊക്കെ എന്തോ ഐഡൻറ്റിറ്റി ചെയ്യാനാ. ഇപ്പം വണ്ണമൊക്കെ ഉള്ളത് നല്ലതാണ്, കനം കുറഞ്ഞാലും നല്ലതാണ്. ഇതൊന്നും പുറത്ത് ഒത്തിരി ഭാരപ്പെടരുത്. നമ്മളാരാ? നമ്മൾ യുണീക്കാണ് അല്ലേ. കറുപ്പിന് എത്ര അഴകാ? 7 അഴകാ. എൻ്റെ സൗന്ദര്യമാണെന്നറിയോ കറുപ്പിന്. പിന്നെ കറുപ്പിൻ്റെ അഴക് ഭയങ്കര അഴകല്ലേ. അതുകൊണ്ടല്ലേ ചില വലിയ വെളുത്ത സായിപ്പ് നീഗ്രോയെ കെട്ടുന്നേ. കാരണം കറുപ്പിന് ഭയങ്കര എന്താ. ചില ലോക സുന്ദരിമാരാരാ? കറുത്തവരാണ്. അപ്പം നമ്മൾ ചോദിക്കും, എന്തോ കണ്ടോണ്ടാ കെട്ടിയെന്ന്. അവൻ കണ്ടു, അവൻ്റെ കണ്ണിൽ കൂടെ കണ്ടപ്പോൾ എന്തായി? തമ്പുരാൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ നമ്മളും ആരാ? സൗന്ദര്യമുള്ളവരാ അല്ലേ, സൗന്ദര്യമുള്ളവർ. അപ്പം എല്ലാവരും സുന്ദരന്മാരാണ്, എല്ലാവരും ആരാണ്? സുന്ദരികളാണ്. അപ്പം എല്ലാത്തിനും നമ്മളതിനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ഇവിടെ കാണുകയാണ്, നീളം ഉണ്ടെങ്കിലും നീളം ഇല്ലെങ്കിലും ആരാ? സുന്ദരിയാണ്. നമുക്ക് പക്ഷേ പലപ്പോഴും ഇതെല്ലാം നമ്മുടെ കണ്ണിക്ക് നമുക്ക് പ്രശ്നമാണ്. ദൈവം ഭയങ്കര യുണീക്കായിട്ടാണ് ഈ കുടുംബങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഫാമിലി എന്ന് പറയുന്നത് പലപ്പോഴും ഈ അടിപൊളിയൊന്നുമല്ല. ഇത് പരസ്പരം നമ്മൾ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻറ്റിങ് അല്ലേ. എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ഇതൊക്കെ പറഞ്ഞു. ചേച്ചി കൊച്ചുളിച്ച് ആണോ? കൊച്ച് മക്കളോ? കൊച്ചുമക്കളോ? ഹെപ്സിലെ മക്കളുണ്ടോ? 3 മക്കൾ. സന്തോഷം ചേച്ചി. എനിക്കതെങ്കിലും ഞാൻ കണ്ടപ്പോൾ ഞങ്ങളുടെ ഒരു ചേച്ചിയാണ്. അപ്പം എൻ്റെ പൊന്നു പ്രിയരെ, എൻ്റെ അപ്പ നല്ല പൊക്കമുള്ള അപ്പായിരുന്നു. എൻ്റെ അപ്പ ഭയങ്കര സ്മാർട്ടായിരുന്നു. അത് സത്യമായിട്ടും അതിൻ്റെ ഒരു കൊണിശ എനിക്ക് കിട്ടിയില്ല. എന്നെ സുന്ദരനാണെന്നറിയാം എൻ്റെ അപ്പ. അല്ല ചേച്ചിയോട് ചോദിച്ചു നോക്കാം. എൻ്റെ അപ്പ ജുബായൊക്കെ ഇട്ട് നിന്ന് ആരും നോക്കുമായിരുന്നു. അത്ര സൗന്ദര്യമായിരുന്നു. പപ്പ വണ്ടി ഇരുന്നാൽ ഒരു പോലീസും വണ്ടി തടയത്തില്ലായിരുന്നു. ജുബായൊക്കെ ഇട്ട് കതർ ജുബായും കതർ മുണ്ടും ഒക്കെ എടുത്തിരുന്നാൽ ഒറ്റ മനുഷ്യൻ വണ്ടി തടയത്തില്ലായിരുന്നു. അത്ര ഒരു ആകാരസൂഷ്ഠമുള്ള ആളാണ്. എനിക്കത് കിട്ടിയില്ല. എന്നെ ഗതികേടും ചോദിച്ചാൽ എൻ്റെ അമ്മ ഇത്രയേ ഉള്ളായിരുന്നൊരു സ്ത്രീയായിരുന്നു. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കൊച്ചിലെ. അപ്പ എന്തിനാ ഈ അമ്മയെ കെട്ടിയത്? അമ്മയെ കെട്ടിയില്ലായിരുന്നേ ഞങ്ങളെന്തോ കണ്ടേനെ, ഞാൻ പൊക്കം കണ്ടേ. ഇപ്പം എന്നെ കാണുമ്പോൾ എല്ലാവരും പറയുകയും ചെയ്യും, അമ്മയെ പറിച്ചു വെച്ചോല്ലേ. സത്യമാണ്, അമ്മ എങ്ങനെ ഇരുന്നോ അങ്ങനെയാണ് ഞാൻ എന്നാണ് എല്ലാവരും പറയുക. ശരിയാ അല്ലേ? എന്നെ കണ്ട അമ്മയെ പോലെ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പയോട്. മാറിയത് ഇച്ചിരി പ്രായമായി കഴിഞ്ഞൊരു ദിവസം അമ്മയും കൊണ്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പോയപ്പോൾ റോഡേ ഒരാൾ വരുന്നു. ഇത്രയേ ഉള്ള ഒരാളാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ പുള്ളിയെ നോക്കിക്കേ, കണ്ടോ നീ? നോക്കല്ലേ, പക്ഷെ നോക്കിക്കേ, നോക്ക് കണ്ടോ? ഞാൻ പിന്നെ പറയാം, നീ കണ്ടു. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, പുള്ളിയുമായിട്ട് കല്യാണം ഉറച്ചതായിരുന്നു, മാറിപ്പോയാൽ
അയ്യോ, എൻ്റെ അമ്മ പുള്ളിയെ കെട്ടിയായിരുന്നെങ്കിൽ നമ്മളിത്രയും കണ്ടേനെ. തമ്പുരാൻ്റെ ഓരോ കലാപരിപാടികളെ അല്ലേ. അപ്പം തമ്പുരാൻ്റെ ഓരോ വലിയ പൊക്കമുള്ള ഒരാൾക്കാരെ കൊടുത്തു ഒക്കെ. ഇനി നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണേ, ഈ ഭയങ്കര ദേഷ്യമുള്ള അച്ചായന്മാരുണ്ട്. അവരുടെ ഭാര്യമാർക്ക് എന്ത് കാണത്തില്ല, വലിയ ദേഷ്യം കാണുന്നത്. തിരിച്ചു കണ്ടിട്ടുണ്ടോ? ഏതാ ദേഷ്യമുള്ള സ്ത്രീകളെന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ, ഉയ്യോ ഭയങ്കര ദേഷ്യമുള്ള സ്ത്രീകളുണ്ട്. അവർ വിറപ്പിച്ച് കളയിട്ട് അലമ്പുണ്ടായി കളയും. അപ്പം അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ താമസിച്ചു. അപ്പോൾ ഈ ആൻറ്റി അങ്ങ് ചള്ളം പൊട്ടും പറയാം. അവിടെ എന്തോ പറഞ്ഞാലും അവിടെ അച്ഛനെ അമ്മയെല്ലാം ഈ ഭർത്താവിൻ്റെ പറയും. പുള്ളി ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഞാൻ 2 ദിവസം അവിടെ താമസിച്ചു. ഇറങ്ങാൻ നേരത്തെ ഞാൻ പതുക്കെ അച്ഛനോട് ചെപ്പി പറഞ്ഞു, ഒരു അവാർഡ് ഞാൻ തരും എന്നെങ്കിലും. ഞാൻ ചോദിച്ചു പുള്ളി എന്നോട് ചോദിച്ചു എന്തിനാ മോനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്രയും ക്ഷമയുള്ളതിന്. ഇത്രയെല്ലാം ആൻറ്റി പറഞ്ഞിട്ട് ഒറ്റ അക്ഷരം മിണ്ടുന്നില്ലെന്ന് പറഞ്ഞു. ഈ പുള്ളി എന്നോട് തിരിച്ചൊരു ചോദിച്ചു, അതിനാര് കേട്ടെന്ന്. അതിനാരും കേട്ടോ ചോദിച്ചു. പുള്ളിയായിട്ട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്, സെലക്റ്റീവ് പെർസെപ്ഷൻ. എനിക്ക് വേണ്ടതേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, കേൾക്കത്തുള്ളൂ, ബാക്കിയൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല. ഭയങ്കര അരിശമുള്ള അമ്മാമ്മയ്ക്ക് ദൈവം തമ്പുരാൻ കൊടുത്തു ആരെയാ. ഇനിയും നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോണം, അറന്ത പിശുക്കൻ അച്ചായം കാണും. അമ്മാമ്മയോ ഇച്ചിരി ലാവശ്യം. പിള്ളേർക്കൊക്കെ വല്ലതും കൊടുക്കണേ ആര് വേണം? അമ്മ വേണം. എന്നാൽ തിരിച്ചുണ്ട്, ഇച്ചിരി ലാവിഷ് അച്ചായനുണ്ട്, അമ്മാമ്മ എന്തായിരിക്കും ഒരു പിടുത്ത്. ഇതും നല്ലതാണ്. 2 പേരും കൂടെ ലാവിഷായാലോ. അച്ചായൻ പറഞ്ഞു ഊട്ടിക്ക് പോവാം, അമ്മാമ്മ പറഞ്ഞു പോരാ കാശ്മീരിൽ കൂടെ പോകാം. തീർന്നില്ലേ? അന്നേ ഊട്ടിക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ആരും ഇവിടെ എങ്ങോട്ടും എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. ഞാൻ പോകുന്നില്ല. ഒരു പിടുത്തമുള്ള ഒരാൾ വേണ്ടേ. അപ്പം 2 പേരും പിശുക്കരായാൽ ശരിയാകത്തില്ല. 2 പേരും ലാവിഷായാലും വീട് കുളം തോന്നും, കടം കയറും. ഒരാൾ പിശുക്കരും ഒരാൾ ലാവിഷ. ശരിയാണോ? ഇനിയും ഒരാൾ ഒത്തിരി മിണ്ടും, ഒരാളോ മിണ്ടത്തില്ല. കൂടുതലും മിണ്ടുന്ന ആരായിരിക്കും? സ്ത്രീകളാണ്. സംബന്ധിച്ചല്ലേ? അതെന്തിനാ സ്ത്രീകൾ മിണ്ടുന്നേ? അതിനൊരു കാര്യമുണ്ട്. സ്ത്രീകൾ മിണ്ടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞുങ്ങളെ എടുത്ത് കളിപ്പിക്കുന്ന ആരാ? സ്ത്രീകളാണ്. അവരെത്ര നേരം വേണേലും കളിപ്പിക്കും. താരാട്ട് പാടുന്നതൊക്കെ ആരാ? സ്ത്രീയാ. എന്തോ താരാട്ട് പാട്ട്? ആര് പാടിയ? ഉദയവർമ്മ കോലത്തിരി തമ്പുരാൻ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പം തോക്കുന്ന് കണ്ടപ്പം ആമ്മ പാടിക്കൊടുത്താണ് ആളെ എന്ത് ചെയ്യണം എന്താണ്. അപ്പോൾ അമ്മയാണ് സംസാരിക്കുന്നത്. അമ്മ സംസാരിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്കുള്ള പ്രശ്നം എന്നാണെന്നറിയാമോ? സ്പീച്ച് പ്രോബ്ലമാണ്. എന്ത് സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. ഒറ്റ കാര്യമാണ്, വർത്തമാനം പറയുന്ന കുറേ എണ്ണം വീട്ടിലുണ്ടെങ്കിൽ, പണ്ട് നമ്മുടെ വീടുകളെല്ലാം കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി പേര് വർത്തമാനം പറയാൻ കാണും. അതുകൊണ്ട് കൊച്ചുങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒന്നും പഠിച്ചില്ലെങ്കിൽ 2 തെറി പഠിക്കും. ഒന്നും പഠിച്ചില്ലെങ്കിൽ 2 ചീത്തയാണെങ്കിലും എന്ത് ചെയ്യും? പഠിക്കും. അപ്പം അതിന് ഇന്ന് ഈ വീടുകളിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് പിള്ളേർക്ക് എന്ത് പ്രോബ്ലം. അതെ, പിന്നെ അവരൊക്കെ കൊടുക്കുന്നതും ഫോണൊക്കെ കൊടുത്താണ്. അതുകൊണ്ട് വർത്തമാനം കേൾക്കുന്നില്ല. എന്നാലും എൻ്റെ പൊന്നുപ്രിയരെ, കൂടുതൽ വർത്തമാനം പറയുന്ന ആരായിരിക്കും? സഹോദരിമാരായിരിക്കും. എന്നാലും വർത്തമാനം പറയുന്ന ഒരാൾക്ക് ദൈവം പറയാത്ത ഒരാളെ കൊടുക്കും, പറയാത്ത ഒരാൾക്ക് പറയുന്ന ഒരാളെ കൊടുക്കും. അതെന്തിനാ? 2 പേരും മിണ്ടാതിരുന്നാൽ ആ സ്ഥലത്തെ എന്തെന്ന് വിളിക്കും? ആരും മിണ്ടാത്ത ഒരു സ്ഥലമുണ്ട് ഭൂമിയിൽ, ശവപ്പറമ്പ്. ഇവിടെയുണ്ട് പെന്തക്കോസ്ത് ഐക്യ ഇല്ലേ? കൊല്ലത്തൊരു പൊതു ശ്മശാനമില്ലേ? ആരും മിണ്ടാത്ത സ്ഥലത്തെ എന്തെന്ന് വിളിക്കാം? ശ്മശാനം. അവിടെ ആരെങ്കിലും മിണ്ടിയാലോ? മക്കളെ, അതുവഴി പോകുമ്പോൾ മിണ്ടിയാ എന്ത്? കൊച്ചുങ്ങളെ, എൻ്റെ കൂടെ നടന്ന ഒരാൾ അവസാനം പിന്മാറിപ്പോയി. ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് ശവക്കോട്ടെ പോയിരിക്കുകയായിരുന്നു. നടന്ന സംഭവം കേട്ടോ. ഒരു ദിവസം വെളുപ്പിനെ അതുവഴി ഒരാൾ കയറിപ്പോയി. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഈ പുള്ളിക്കാരൻ ഒന്ന് ചുമച്ചു. ഇയാൾ പേടിച്ച് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. ഈ പകയം പറഞ്ഞേ, എൻ്റെ പൊന്നെ ചേട്ടാ, അകത്ത് ഭയങ്കര ചൂടാ.
ഞാനൊന്ന് പുറത്തിറങ്ങിയത്. പുള്ളി എപ്പോഴേ ഫ്ലാറ്റായി. ഞാൻ പോയി പ്രാർത്ഥിച്ചു ആ പുള്ളിക്ക് വേണ്ടി. അകത്ത് ഭയങ്കര ചൂടായത് കൊണ്ട് ഞാനൊന്ന് പുറത്തിറങ്ങി. ആരും മിണ്ടിയില്ലെങ്കിൽ അതെന്താവും? സെമിത്തേരി. ഇനി മറ്റൊരു നടന്ന സംഭവം പറയാം. കോവിഡില്ല, ഞങ്ങളുടെ അവിടെ ഒരു പഞ്ചായത്ത് സെമിത്തേരി ഉണ്ട്, കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ അവിടെ ഒരു വാർത്ത പരന്നു, പോകുന്നവരെ എല്ലാം സെമിത്തേരിയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. മറന്നു, എല്ലാവർക്കും പേടിയായി, ഭയങ്കര. സെമിത്തേരി വഴി പോകുന്നവരെ എല്ലാം എന്തോ ചെയ്യുക, വിളിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്റർ ഉണ്ടായിരുന്നു, ജെയിംസ് പാസ്റ്റർ. പുള്ളിക്കാരൻ ഭയങ്കര ഉശിരുള്ളവനാണ്. പുള്ളി പ്രാർത്ഥിച്ച് സെമിത്തേരി പോയി ബന്ധിക്കാൻ. ശരിക്കും പുള്ളി പോയതാണ്. പുള്ളി ബൈക്കിൽ പ്രാർത്ഥിച്ച് രക്തം ജയം പറഞ്ഞ് കയറി ഇറങ്ങി ചെന്നപ്പം റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുക. റോഡ് പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുമ്പോൾ എന്തോ കേൾക്കും. അതാണ് നാട് മുഴുവൻ പറന്നു. സെമിത്തേരി കൂടെ പോകുന്നവരെ എല്ലാവരും. ഇപ്പോൾ ആരും മിണ്ടിയില്ലെങ്കിൽ അതെന്താവും? സെമിത്തേരി. രണ്ടുപേരും കൂടെ മിണ്ടിക്കൊണ്ടിരുന്നാൽ അത് ചന്തയാവും. അപ്പം നമ്മുടെ വീടുകൾ ചന്തയാകാതെയും സെമിത്തേരി ആകാതെയും കർത്താവ് കാക്കുന്നതിനായിട്ടും ദൈവം ാണ് കർത്താവ് ആരെ എടുത്തത്? സ്ത്രീയെ എടുത്ത്. സ്ത്രീയെ എടുത്തപ്പം പക്ഷേ അവൻ പാടി, ഇവളെൻ്റെ അസ്ഥിയും അസ്ഥിയും. അത് സത്യമാണ്. പുരുഷനാണ് പാടുന്നത്. അസ്ഥിയും അസ്ഥിയും ശക്തിയെ കാണിക്കുക. മാംസം എന്തിനെ കാണിക്കുക? ബലഹീനതയെ കാണിക്കുക. മാംസം മാത്രമാണെങ്കിൽ ബലഹീനതയാണ്. അസ്ഥി കൂടെ ഉണ്ടെങ്കിൽ എന്താവും? അസ്ഥി തന്നെയാണെങ്കിൽ നോവും, മാംസം തന്നെയാണെങ്കിൽ ചളപളാന്നിരിക്കും. അതുകൊണ്ടാണ് തമ്പുരാൻ അസ്ഥിയും അസ്ഥിയും മാംസം. എന്നാലും അതൊരു കാര്യം സത്യമാണ്. ഈ പുരുഷൻ്റെ ശക്തി ആരാ? സ്ത്രീയാണ്. ഇവിടെ കൊല്ലത്തെ അച്ചായന്മാരിപ്പുണ്ട്, അടിപൊളി അച്ചായന്മാരായിരിക്കുന്നത്. നല്ല മുഖത്ത് മീശയൊക്കെ ഉണ്ട്. പക്ഷേ വീട്ടിൽ കള്ളം കയറി രാത്രി ഒന്നിച്ച് കിടക്കുമ്പോൾ 2 മണിയായപ്പോൾ ഒരു തട്ട് മുട്ട് കൊട്ട്. ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കാവോ? ചേച്ചിയെ ഉണർത്താതെ പോയി കഥ ഉറക്കാവോ? പാടാ. സമ്മതിച്ചേ? അത് സമ്മതിച്ചാൽ മതി, ചേച്ചി രക്ഷപ്പെടും. എഴുന്നേക്ക, എന്താണ് ഒരു കൊട്ട. ചുമ്മാ ഇരിക്കും മനുഷ്യ, ഉറങ്ങാൻ നോക്കും. ഇവിടെ ഒന്നുമില്ല. ഇടിയാതെ ഈ ചാടി ഇറങ്ങി മുമ്പിൽ പോകുന്ന ആരായിരിക്കും? ചേച്ചിയായിരിക്കും. ഞാനൊരു മുറിയിൽ ഒരു വീട്ടിൽ പാമ്പ് കയറി, ഒരു മുറിക്കകത്ത്. അച്ചായനെ അടിക്കുക. എവിടെ നിന്നാണ് അറിയാം? കട്ടിലേ കയറിയെന്ന്. പാമ്പിനെ അടിച്ചു കൊന്ന ആരാ? ചേച്ചി. അപ്പം അച്ചായൻ്റെ ശക്തി ആരാ? ചേച്ചിയാണ്. അച്ചായൻ്റെ ബലഹീനത ആരാ? ചേച്ചിയാണ്. അച്ചായനെ പലപ്പോഴും ബലഹീനാക്കുന്നതും ചേച്ചിയാണ്, അല്ലേ? ഇറങ്ങിപ്പോയിട്ട് അച്ചായൻ തിരിച്ചു വരുന്ന ആരെ ഓർത്താ? ചേച്ചിയെ ഓർത്താ. ചേച്ചി പറയും, എവിടെ പോയാലും അങ്ങേരിങ്ങി എന്ത് ചെയ്യും? വരും. ആരെ ഓർക്കുമ്പോഴാ? അപ്പോൾ ഓർത്തോണം, ഇവളെൻ്റെ ശക്തിയാണ്, ഇവളെൻ്റെ ബലഹീനതയാണ്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. 2-ാം അധ്യായം അവസാനം. മനുഷ്യനും ഭാര്യയും ഇരുവരും എന്തായിരുന്നു? മക്കളെ പറഞ്ഞേ, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് എന്ത് തോന്നിയില്ല? നാണം തോന്നിയില്ല. ഇരുവരും നഗ്നരായിരുന്നു. പക്ഷെ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ്, അവർ നഗ്നരം തോന്നി. അവർക്ക് എന്ത് തോന്നി? നാണം തോന്നി. പാപത്തിന് മുമ്പ് നഗ്നരാണ്, പാപത്തിന് ശേഷം എന്തുണ്ടായി? നഗ്നതാബോധം ഉണ്ടായി. അപ്പോൾ എന്തായിരിക്കും വ്യത്യാസം? പാപത്തിന് മുമ്പ് നഗ്നരായിരുന്നു, പക്ഷേ എന്തില്ലായിരുന്നു? നാണമില്ലായിരുന്നു. അർത്ഥം അവർക്ക് പാപത്തിന് മുമ്പ് ഒന്നും, നഗ്നത എന്ന് പറയുന്ന അവിടെ ഒരു വിശുദ്ധിയാണ്. അവർക്ക് ഒന്നും പരസ്പരം എന്ത് ചെയ്യാനില്ലായിരുന്നു? മറയ്ക്കാനില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്?
മറയ്ക്കാനുണ്ട്. ഭാര്യയുടെ ഫോൺ നമ്പർ ലോക്കാണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെതും ലോക്കാണ്, രണ്ടുപേരുടെ എല്ലാം ലോക്കാണ്. രണ്ടുപേർക്കും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. ഇവർ തമ്മിൽ മറയ്ക്കാനുള്ളിടത്തോളം കാലം എന്തുണ്ടാകും, പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഒന്നാമത്തെ കുടുംബത്തിന് പരസ്പരം എന്ത് ചെയ്യാനില്ലായിരുന്നു, മറയ്ക്കുക. എല്ലാവരും പറഞ്ഞേ, ഒന്നും എന്ത് ചെയ്യാനില്ല. കാൽവറി കുരിശി കർത്താവും 33 വയസ്സേ ഉള്ളൂ, നഗ്നനായിരുന്നു. ഹി വാസ് നേക്കഡ് ഓൺ ദ ക്രോസ്. അത് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ കർത്താവ് കാൽവറി കുരിശി നമ്മുടെ ആ വിശുദ്ധി വീണ്ടെടുക്കുകയാണ്. ഹി വാസ് നേക്കഡ് ഓൺ ദ ക്രോസ്. കർത്താവ് കാൽവറിയിൽ ആരായിരുന്നു, നഗ്നന് ആയി. പക്ഷെ മറ്റൊരർത്ഥം കൊണ്ട് അവർക്ക് പരസ്പരം ഒന്നും എന്ത് ചെയ്യാനില്ലായിരുന്നു, മറയ്ക്കാൻ ഇല്ലായിരുന്നു. ഉത്തരാധുനിക ലോകത്ത് കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പരസ്പരം എന്ത് ചെയ്യാനുണ്ട്, മറയ്ക്കാനുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, മറയ്ക്കാനുണ്ട്. രസകരമായൊരു കഥ കേട്ടെ. അപ്പം ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമാണ്. ഒരു ദിവസം ഭാര്യയ്ക്ക് എന്തോ ഒരു അസുഖം വന്നു, അവളങ്ങ് ക്ഷീണിച്ച് മരിക്കാറായി. ഭർത്താവ് അടുത്തിരുന്ന് ശുശ്രൂഷിക്കുകയാണ്, തൂത്തും തലോടിയിരിക്കുകയാണ്. കാണാൻ ചെല്ലുന്നവർക്കൊക്കെ ഭയങ്കര ഒരു സങ്കടം. അയാളുടെ സ്നേഹം കണ്ടോ, എന്തോ സ്നേഹമുള്ളൊരു മനുഷ്യന്. എന്നാലും ഈ ചേച്ചി മരിക്കാറായപ്പം സാധാരണ സ്ത്രീകളും പറയാത്തൊരു കാര്യം ചേട്ടനോട് പറഞ്ഞു. ചേട്ടാ, ഞാൻ മരിക്കുകയാണെങ്കിൽ, നമ്മുടെ മലയാളി എന്തായിരിക്കും പറയുക, ഞാൻ മരിക്കുകയാണെങ്കിൽ ചേട്ടൻ രണ്ടാമത് എന്തു പറയും, ഉള്ള പറ, കെട്ടരുന്ന് പറയും. പാർസാൻറ്റിയാ പറഞ്ഞ് കേട്ടല്ലോ, പോണ്ട. അപ്പോൾ അവിടെ ഇരുന്നോട്ട്, പാവം, വേദോസം വായിക്കാൻ ആൾ വേണ്ടേ. എന്നാലും പറയും, എന്തോ ചെയ്യരുത്, കെട്ടരുന്ന് പറയും. എൻ്റെ പെങ്ങൾ മരിച്ചു കേട്ടോ, പാവം. എൻ്റെ പെങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം തീരെ വയ്യാതായപ്പം ഞാൻ രാവിലെ നോക്കിയപ്പം ഒരു പിക്കപ്പ് മോനെ ഒന്ന് മ്യൂട്ട് ചെയ്യുക അവിടെ, ഒരു പിക്കപ്പ് സാധാരണ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുക, സൗകര്യന്മാരല്ലേ. പക്ഷേ ഈ സ്ത്രീ പറഞ്ഞു, അച്ഛാ അങ്ങനെയല്ല, കെട്ടണം. എന്നിട്ട് അവൾ പറഞ്ഞെന്ന്, അച്ഛാ കെട്ടി വരുന്ന പെണ്ണിൻ്റെ മൂക്കൽ ഈ മൂക്കുത്തി ഊരിയിടണം, കെട്ടി വരുന്ന പെണ്ണിൻ്റെ കഴുത്തേൽ കാതയിൽ ഈ കാതിപ്പ് വിടണം. ഇനി നീ അങ്ങനെ പറയല്ലേ. കെട്ടി വരുന്ന ആ പെണ്ണിൻ്റെ കഴുത്തേൽ ഈ മാല ഊരിയിടണം. എടി നീ അങ്ങനെ പറയാൻ എനിക്ക് സഹിക്കാൻ വയ്യ. ഒടുവിൽ അവൾ പറഞ്ഞു, കെട്ടി വരുന്ന പെണ്ണിൻ്റെ കയ്യിൽ ഈ വള ഊരിയിടണം. പെട്ടെന്ന് ഇവൻ പറയാ, ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്. ഈ വള അവിടെ കയ്യിലെത്തി. അപ്പോൾ ഈ മെല്ലിച്ച കൈ തപ്പുമ്പോഴും അയാൾക്ക് എന്തോ ഉണ്ടായിരുന്നു, തടിച്ച ഒരു കൈ ഉണ്ടായിരുന്നു. പ്രിയരെ ഓർത്തോണേ, നമ്മളെപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് എന്തില്ലാതെ ജീവിക്കണം, മറയില്ലാതെ ജീവിക്കണം. അതായത് പരസ്പരം പിള്ളേർ ഓർത്തോണേ, ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറയ്ക്കാനൊന്നും ഉണ്ടാകരുത്. നമ്മളിങ്ങനെ തുറന്ന പുസ്തകം പോലെ ജീവിക്കണം. തുറന്ന പുസ്തകമായിട്ട് ജീവിക്കുന്നവർക്ക് പേടിക്കാനുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. പണ്ടൊരു ചൊല്ലുണ്ട്, മടി കനമുള്ളവന് വഴിയിൽ എന്ത് ചെയ്താൽ മതി, പേടിച്ചാൽ മതി. മറയ്ക്കാനുള്ളവന് പേടിച്ചാൽ പോരെ, മറയ്ക്കാൻ ഇല്ലാത്തവന് പേടിക്കണോ? വേണ്ട. അപ്പോൾ അവിടെ പറയുകയാണ്, അവരിരുവരും നഗ്നരായിരുന്നു, പക്ഷേ അവർക്ക് എന്തില്ലായിരുന്നു, ദാളും തോന്നിയില്ലായിരുന്നു. അങ്ങനെ ദൈവം അവരെ ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. അസ്ഥിയാണ് നീ, എൻ്റെ അസ്ഥിയാണ് നീ, എൻ്റെ ആരാണ്, മാംസമാണ് നീ, എൻ്റെ ശക്തിയാണ് നീ, എൻ്റെ ബലഹീനതയാണ്. അങ്ങനെ അവരെ ദൈവം ഏദൻ്റെ തോട്ടത്തിലാക്കി വെച്ചു. അവർക്ക് പരസ്പരം എന്ത് ചെയ്യാനില്ലായിരുന്നു, മറയ്ക്കാൻ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. കണ്ടോ, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം എന്ത് ചെയ്തു, തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവര് കേട്ടു. അപ്പോൾ എന്നും ദൈവം വരുമായിരുന്നു. എവിടെ? തോട്ടത്തിൽ വരുമായിരുന്നു. പക്ഷേ തോട്ടത്തിൽ വന്നത് എപ്പോഴാണ്? വെയിലാറിയപ്പോൾ. വെയിലാറെന്ന് പറയുമ്പോൾ അത് ഈവനിങ്, സന്ധ്യ ആയപ്പോൾ ആര് വന്നു? ദൈവം വന്നു. നമ്മൾ ഈ സന്ധ്യ പ്രാർത്ഥനയൊക്കെ വെക്കാറുണ്ട്. എന്തിനാ ഈ സന്ധ്യയ്ക്ക് വെക്കുക? അതൊരു കൺസെപ്റ്റാണ്. ഈ പഴയ പുതിയ നിയമത്തിലൊരു കൺസെപ്റ്റ്, ഇന്ത്യൻ കൺസെപ്റ്റിലും അതുണ്ട്. ഈ സന്ധ്യ ആകുമ്പോൾ എന്തോ കത്തിക്കും, വിളക്ക് കത്തിക്കും. നമ്മൾ ഈ കാണാം, പിള്ളേരൊക്കെ ഇങ്ങനെ വിളക്ക് കത്തിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തോ വിളിച്ച് പറയും, ദീപം ദീപം ദീപം, അല്ലേ? ഒരു ഇന്ത്യൻ കൺസെപ്റ്റാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, സന്ധ്യയ്ക്ക് ഇരുട്ടിന് മുമ്പ് എന്ത് കത്തിക്കുക?
വെളിച്ചം കത്തിക്കുക. അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. അതിനു മുമ്പ് ഐശ്വര്യദേവത വരാനൊക്കെയാണെന്നാണ് പറയുക. അതിന് മുമ്പ് പഴയ വീടുകളിലൊക്കെ ഇതിനെല്ലാം ഒരു പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിനപ്പുറത്ത് ഓരോ കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും, തൊണ്ടെല്ലാം കൂടി ഇട്ട് എന്ത് ചെയ്യും? അതെന്തിനാ? അല്ല, ഈ ഐശ്വര്യദേവത വരുന്നതിന് മുമ്പ് സന്ധ്യയ്ക്ക് മൂദേവി വരും. അപ്പോൾ മൂദേവി വരുമ്പോൾ മൂദേവിയുടെ കണ്ണ് നീറണം. അതിനാണ് തൊണ്ടെല്ലാം കൂടി ഇട്ട് എന്ത് ചെയ്യുന്നത്? പോയിക്കുന്നത്. സത്യത്തിൽ എന്തോ പോകാനാണ്? കൊതുക് പോകാൻ. അതിനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചു. മൂദേവി വരും, മൂദേവിയുടെ കണ്ണ് നീറുമ്പോൾ അങ്ങ് എന്ത് ചെയ്തോളും? പൊക്കോളും. ഏതായാലും വിളക്ക് എന്ന് പറയുന്നത് ഇരുട്ടിനെ അകറ്റാനാണ്. നമ്മളും സന്ധ്യയാകുമ്പം പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ 30-ാം സങ്കീർത്തനത്തിലൊരു വാക്കുണ്ട്, എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർ. ഉഷസ്സിൽ എന്ത് വരും? അതും നമ്മൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എല്ലാ കുടുംബങ്ങളും എത്ര സന്തോഷമാണെങ്കിലും എല്ലാ കുടുംബങ്ങളുടെയും ജീവിതത്തിൽ എന്ത് വരാം? സന്ധ്യ വരാം. സന്ധ്യ ആകുമ്പോഴാണ് അവിടെ ആര് വന്നത്? ദൈവം തോട്ടത്തിൽ നടക്കുന്ന എന്ത് കേട്ടു? ഒച്ച കേട്ടു. മനുഷ്യജീവിതത്തിലെല്ലാം സന്ധികളുണ്ടാകും. ഓരോ സന്ധികളായിരിക്കാം ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുക. പക്ഷേ എല്ലാ വീടുകളിലും എന്തുണ്ടാകും? സന്ധ്യ ഉണ്ടാകും, അല്ലേ? എല്ലാ വീടുകളിലും സന്ധ്യ ഉണ്ടാകും. പല വിധത്തിലാണ്. ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത വീട് സന്തോഷമായിട്ട് പോകുമ്പോഴാണ് ഒരു തടിപ്പ്, ഒരു ബയോപ്സി, ഒറ്റ ബയോപ്സി മതി, വീട്ടിലെന്തോ കൊണ്ടുവരും? സന്ധ്യ കൊണ്ടുവരും. ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു ചേച്ചി നല്ല മിടുക്കിയാണ്, എന്തോ ഒരു സൗന്ദര്യം, എന്തോ ഒരു കഴിവ്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഒരു വയറ്റിലെന്തോ ഒരു പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ ഒരു എരിച്ചിൽ കഷായമൊക്കെ കുടിച്ചിരിക്കുക. എൻ്റെ ഭാര്യയെ ചുമ്മാ വിളിച്ചൊരു സർജനെ ബുക്ക് ചെയ്തൊന്ന് കാണിക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ എന്താണ്ട് ക്യാൻസറാണ്, നാളെ ഓപ്പറേഷനാണ്. ഇപ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. ചിലക്കും പറഞ്ഞാൽ ഒറ്റ ബയോപ്സി മതി ഒരു മനുഷ്യൻ്റെ എന്ത് മാറ്റാൻ, ആ സിറ്റുവേഷൻ മാറ്റാൻ, സന്ധ്യ വരാൻ. ഒറ്റ ദിവസം കൊണ്ട്. എനിക്കറിയാവുന്ന ഒരു കുടുംബം, ആൻറ്റിക്ക് തലമുടി എന്ന് പറയുന്നത് മുട്ടിന് താഴെയായിരുന്നു. അപ്പോൾ അവർ ബുള്ളറ്റിലൊക്കെ ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് ഭാര്യയും ഭർത്താവ് പോകുന്ന കാണുന്നവരഴക. പെട്ടെന്നാണ് ഒരു ചെറിയ തടിപ്പ്. അവസാനം പിന്നെ തിരിച്ചിറങ്ങുമ്പം തലയിൽ എന്തില്ല? മുടി. അവരാദ്യം ചെയ്ത് ബുള്ളറ്റ് വിൽക്കുക, കാരണം ഇനിയും പുറയിലെങ്ങനെ ഇരുത്തുക. ഒറ്റ ബയോപ്സിക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് വരും? സന്ധ്യ വരും. സത്യമല്ലേ? ഒരു സന്ധ്യ വരും. നല്ല കുഴപ്പമില്ലാത്ത ജോലിയാണ്, എന്നാ ഗൾഫിലാണ്, എല്ലാ കാര്യങ്ങളും പിള്ളേരെ പഠിപ്പിക്കുന്നു, വിദേശത്ത് പഠിക്കുന്നു, നാട്ടിൽ പഠിക്കുന്നു, അച്ഛനെ നല്ല ജോലിയാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം കമ്പനി പൂട്ടി, വീട്ടിലെന്തോ ആയി? സന്ധ്യയായി. ജോലി പോകുമ്പോൾ സന്ധ്യയാകാം. പെൺപിള്ളേരെ പഠിപ്പിച്ചു, BSc നേഴ്സിംഗ് ആക്കി. മൂത്തത് പഠിച്ചിറങ്ങുകയാണ്. അപ്പനൊരാഗ്രഹമുണ്ട്, മൂത്തത് പഠിച്ച് കുഴപ്പമില്ല, ഒന്നേ ഒരു നല്ല കല്യാണമോ അല്ലെങ്കിൽ ഒരു ജോലിയോ കിട്ടിയാൽ, രണ്ടാമത്തത് ഇപ്പം +2 ആകുന്നേ ഉള്ളൂ, എന്ത് ചെയ്യാം? പഠിപ്പിക്കും. പക്ഷേ നല്ലൊരു കല്യാണം വന്നു. കല്യാണം വന്നപ്പോഴാണ് പറയുക, അവൾ പറഞ്ഞു ഇപ്പം കെട്ടണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കെട്ടിക്കോളാം. അതിന് പപ്പായെ കുറച്ച് സഹായിക്കണം. പപ്പ പറഞ്ഞു സഹായിക്കേണ്ട, എന്നും പപ്പ കഷ്ടപ്പെട്ടാണ് ജീവിച്ച്, എന്നും എന്ത് ചെയ്തോളാം? കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചോളാം. പക്ഷെ കല്യാണാലോചന മുറിയപ്പോഴാണ് അവൾ പറയുക, കെട്ടുവാണെങ്കിൽ ഇവനെ കെട്ടത്തുള്ളൂ. ആരെ? മോനെ ഒന്ന് മ്യൂട്ട് ചെയ്തേടാ. എന്തോ ചെയ്യും? അപ്പം വെട്ടുകത്തി എടുത്ത് പറഞ്ഞു, ഉണ്ടേൽ ഉണ്ട്, ഇല്ലേൽ ഇല്ല, വെട്ടി കീറിക്കളയും. ഞാൻ വെട്ടി കീറിക്കളയും. വല്ല പ്രയോജനമുണ്ടോ? ഇങ്ങനെ കയ്യും കെട്ടി നിൽക്കുക, ഒന്നും മിണ്ടത്തില്ല. ഒറ്റ അണ്ണാക്കി നാക്കൊണ്ടെന്ന് തപ്പി നോക്കണം. ഒരു നിപ്പുണ്ട്, ഒന്നും മിണ്ടത്തില്ല. അമ്മ പറഞ്ഞ് വെട്ടണ്ട, ഞാൻ ഒന്ന് വയ്ക്കോളാം. ഞങ്ങളുടെ വാന്നിക്കാരമ്മമാരുടെ ഒരു വജ്രായുധം ഉണ്ടായിരുന്നു, കൊല്ലത്തുണ്ടോയെന്ന് അറിയത്തില്ല. അമ്മ കൊച്ചിനെ അകത്തോട്ട് കയറ്റി വെച്ച്, കെട്ടുപടി അവനെ, നിനക്ക് കെട്ടണോടി, എടിയെ നിനക്ക് കെട്ടണമെന്ന്, എടിയെ നിനക്ക് കെട്ടണമെന്ന്.
പറയടേ കെട്ടണമെന്ന്. ഇടീ നീ കെട്ടുപാടി കൊല്ലത്തുണ്ടോ? ഉണ്ടോ? തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. ഉണ്ടോ? കെട്ടുപാടി 3 ഇടി ഇടിക്കുമ്പം കൊച്ചെന്തോ പറയുമായിരുന്നു, എടാ നിൻ്റെ അമ്മ എങ്ങനെയാണ് കെട്ടാതിരുന്നേ? നിൻ്റെയൊക്കെ അമ്മമാരെ കെട്ടാൻ പോയപ്പോൾ അമ്മച്ചിമാരെന്തോ ഇടിച്ചു, കെട്ടണോടി നടക്കെന്ന് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഇനി എനിക്ക് കല്യാണമേ. അമ്മയ്ക്കറിയാലോ അടുത്ത കല്യാണം വരുമ്പോൾ അപ്പോഴും എന്തോ ചെയ്യും, കെട്ടടീന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഇടിക്കും. ഇടിച്ചാണ് കാര്യം സാധിച്ചത്. പക്ഷേ ഇപ്പം എന്നെ ഇടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇടി മൂക്കുമ്പോഴും അവളിങ്ങനെ നിൽക്കുക. അപ്പം സിനിമാക്കോട്ടെന്നൊരു പാട്ട് വരുന്നു, നെഞ്ചിലാകെ കല്ലാണ്, ഇടിച്ചാലൊന്നും ഇതയത്തില്ല. അയ്യോ ഇല്ല. അപ്പോഴാണ് ഞങ്ങളെ ഉപദേശിമാരെ കൊണ്ടുവന്ന് എന്നെ ഒരു വീട്ടിൽ കൊണ്ടുപോയി. എന്താണെന്നറിയാം, പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കാൻ. കൊച്ചെന്നെ തോണ്ടി ചെവി പറഞ്ഞു, കുട്ടക കണക്കിന് വെള്ളമാണ് തന്നേ, പോകുന്ന കൂടോത്രോ അല്ലെന്നും. എന്തോ ചെയ്യും, തോട്ട് ചെറുക്കം പഠിച്ചില്ലെങ്കിലും സാരമില്ലായിരുന്നു. പക്ഷേ തലവണക്കീഴേ നിന്ന് കഞ്ചാവ് കിട്ടിയപ്പോഴോ തീർന്നില്ലേ? സന്ധ്യ. ഇങ്ങനെ ഒത്തിരി സന്ധ്യകൾ മനുഷ്യജീവിതത്തിൽ വരും. അപ്പോഴാണ് ആത്മഹത്യ ചിന്തിക്കുന്നത്, അപ്പോഴാണ് ഒന്നിച്ച് വിഷം കഴിക്കുന്നത്. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം, സന്ധിക്ക് നടക്കുന്ന ഒരു കർത്താവ്. എല്ലാ കുടുംബങ്ങളിലും എന്തുണ്ടാകാം, പലവിധത്തിലുള്ള സാമ്പത്തികമാകാം, തലമുറകളാകാം, ആരോഗ്യപരമാകാം, അപമാനമാകാം. പക്ഷേ ഇരുചെവി അറിയാതെ സന്ധ്യയെ പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, പരപരമേശ രക്ഷാസ്ഥാനം ആമേൻ. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും, പരപരമേശ പരമരുളീശ ആമേൻ. നിന്റെ എല്ലാ നടത്തിപ്പും എൻ്റെ ഭാഗ്യമീറവല്ലോ, നിന്റെ എല്ലാ പരമരുളി അങ്ങത്രേയൻ രക്ഷാസ്ഥാനം ആമേൻ. പരപരമേശ പരമരുളി കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിൽ കാണും പരപരമേശ പരമരുളീശ നീയാത്രേയൻ. ഹല്ലേലൂയ ആമേൻ. പരപരമേശ പരമരുളീശ നിന്നോടൊന്നിച്ചുള്ള വാസമെൻ്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം പരപരമേശ പരമരുളീശ നീയാത്രേയൻ. ഹല്ലേലൂയ പരപരമേശ പരമരുളീശ. അപ്പോൾ അവിടെ സന്ധ്യയാകുമ്പോഴത്തേന്, സന്ധ്യ വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ എന്ത് ചെയ്തു? നടക്കുന്ന ഒച്ച കേട്ടു. ഒച്ച കേട്ടിട്ട് ദൈവം മനുഷ്യൻ്റെ കൂടെ നടക്കുകയാണ്. ആദമിനെ ഹൗവയെയും കൊണ്ട് ദൈവം നടക്കുകയാണ്. ഇവിടെ നിന്നാണ് മനോഹരമായൊരു വാക്യം സഭാപ്രസംഗി നമുക്കുണ്ട്. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഒരു പിണ പൊട്ടിപ്പോകാം, 2 പിണ പൊട്ടിപ്പോകാം, 3 പിണയാണെങ്കിൽ എന്ത് ചെയ്തില്ല? പൊട്ടിപ്പോകത്തില്ല. ദീർഘവർഷങ്ങൾ രോഗിയായിരുന്നു എൻ്റെ സഹോദരി. വളരെ ചെറുപ്പത്തിലെ കിഡ്നി ഫെയിലായെന്ന് അറിയുമ്പം മൂത്തതിനും ഒരു 3 വയസ്സും ഇളയതിനും 3 മാസമേ ഉള്ളൂ. ഡോക്ടർ എന്നേ പറഞ്ഞു, ഒരു 6 വർഷത്തിനകത്ത് ഇത് സിവിയറാകും, ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റോ ഒക്കെ ചിന്തിക്കണം. പക്ഷെ പെട്ടെന്ന് വേഴ്സായി. വല്ലാതെ ക്ഷീണമായപ്പോൾ ഒരു കാര്യം, അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതികാലത്തെ എഴുന്നേറ്റ എൻ്റെ സഹോദരി രാവിലെ എഴുന്നേറ്റ് റെസ്റ്റ് റൂമിൽ പോയപ്പം അവിടെ വെച്ച് അവൾ മയങ്ങി ബോധമെല്ലാം പോയി, കണ്ണെല്ലാം മറഞ്ഞു. അവിടെ പ്രജ്ഞയേറ്റു. അവൾ മരിച്ച പോലെ ക്ലോസറ്റായിരിക്കുക. പക്ഷെ ഒരു അത്ഭുതം ഉണ്ടായി. ആ ക്ലോസറ്റിൽ
അടച്ചിട്ട ടോയ്ലറ്റിനകത്ത് ഒരു കരം വന്ന് അവളെ തട്ടി ഉണർത്തി. എന്നിട്ട് ആ കരം ഭിത്തിയിൽ ഇങ്ങനെ വെള്ളി അക്ഷരങ്ങൾ എഴുതിയിടുന്നത് കണ്ണുകൊണ്ട് അവൾ വായിച്ചു. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ദീർഘവർഷങ്ങൾ പിന്നെ ജീവിച്ചു. എത്രയോ പ്രാവശ്യം ICU. പക്ഷേ കർത്താവ് അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചത് കുഞ്ഞുങ്ങളൊന്ന് പ്രായമായി സ്വന്തമായി കുളിക്കണം, സ്വന്തമായി ഡ്രസ്സ് മാറണം, അതുവരെയെങ്കിലും ഒക്കെ ജീവിക്കണം. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ മൂത്തത് പഠിച്ച് കല്യാണം കഴിച്ച് കൊച്ചായി, ഇളയത് പഠിച്ചതിൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടാണ് അവൾ മരിക്കുക. എനിക്കൊരു ദീർഘവർഷങ്ങൾ പിടിച്ചു നിർത്തിയത് ഒറ്റ ദർശന, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. 3-fold cord cannot broken easily. എല്ലാവരും പറഞ്ഞേ മുപ്പിരിച്ചരട് വേഗത്തിൽ. എല്ലാ സന്ധ്യയിലും നടന്നു വരുന്ന ഒരാളുണ്ട്. ആരാണ്? ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ എല്ലാ സന്ധ്യയിലും ആര് വരും? ദൈവം വരും. അങ്ങനെ സന്ധ്യയെങ്കിൽ ദൈവം വന്നവരുടെ കൂടെ നടക്കുകയാണ്. അങ്ങനെ കുടുംബം പോവുകയാണ്. ഈ സന്ധ്യകളിലൊക്കെയാണ് നമ്മൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ്റെ ഒരകല്ലുണ്ടാകുന്നത്. കുടുംബം എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോണം, കുടുംബം 2 സ്ഥാപനങ്ങളാണ്. ഒന്ന്, കുടുംബം എന്ന് പറയുന്നത് ഒരു സഹനത്തിൻ്റെ പാതയാണ്. കുടുംബങ്ങളിൽ എന്തുണ്ട്? സഹനങ്ങളുണ്ടായി ഒക്കത്തുള്ളൂ. സഹനങ്ങളാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. ഇന്ന് സത്യത്തിൽ ആരും എന്തിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, സഹനത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യമായ അനുഭവമാണ് സഹനങ്ങൾ. കുടുംബത്തെ വിശുദ്ധീകരിക്കുന്നതെന്നും സഹനമാണ്. പക്ഷേ ഇന്നത്തെ മക്കൾക്ക് എന്തിനുള്ള കഴിവില്ല? സഹിക്കാനുള്ള കഴിവില്ല. നമ്മുടെ അമ്മമാരൊക്കെ ഒത്തിരി സഹിച്ചവരാണ്. കെട്ടിയന്മാർ ചിലപ്പോൾ നല്ലപോലെ അടിക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമുണ്ട്, നടന്നതാണ്. എന്നും അടിക്കുന്ന അപ്പച്ചൻ അടിച്ചില്ല, അമ്മച്ചൻ അടിക്കുന്നില്ല. അമ്മച്ചി കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടിയെല്ലാം വാടിക്കൂരി കെട്ടി കിടക്കാൻ നോക്കിയിട്ട് അടി നടക്കുന്നില്ല. അവസാനം അമ്മച്ചി അച്ചാണ്ട് പറഞ്ഞ്, മനുഷ്യൻ അടിക്കുന്നുണ്ടേ അടിക്കണം, ഇപ്പോൾ എനിക്ക് കിടന്ന് എന്ത് ചെയ്യണം? ഉറങ്ങണം. ഉറക്കത്തിൽ അടിക്കരുത്, കാരണം അടി കിട്ടിയില്ല എന്തോ ചെയ്യും. എന്നിട്ട് അവരിട്ടേച്ച് പോയോ? സഹിക്കുമല്ല. ഇത് ഡിവോഴ്സിന് കാരണമാണോ? ചെറിയ കാര്യങ്ങൾ, ഞാൻ തമാശല നടന്ന കാര്യം, ഇതിന് ഞാൻ സാക്ഷ്യം വഹിച്ച. പെങ്കൊച്ച് പിണങ്ങി വീട്ടിൽ വന്നേ. അപ്പോൾ അമ്മച്ചി ചോദിച്ചു, എന്നെ ആ വിഷയം, വല്യപ്പനും വല്യമ്മയും കൂടി ഇരിക്കുക. അപ്പം പറഞ്ഞു, അമ്മച്ചി അവൻ പന്നനാ, എന്ത് വഴി നീ പറയുന്നേ? അവനെ ഒരു പെണ്ണിനയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സ്ക്രീൻഷോട്ട് ഇവർക്കറിയാം. അമ്മച്ചിക്ക് സ്ക്രീൻഷോട്ട് അറിയാമോ? ഇല്ല. അറിഞ്ഞുകൂടാ. അമ്മച്ചിക്ക് അറിയാം സ്ക്രീൻഷോട്ട്? ഇല്ല. അമ്മച്ചിക്ക് അറിയാം? ആൻറ്റിക്ക് അറിയാമോ? ഇല്ല. അതൊരു സാധനമാണ്, കഴിക്കാനൊക്കെ കൊള്ളാം സ്ക്രീൻഷോട്ടാണ്. അപ്പം അമ്മച്ചി ചോദിച്ചു, എന്താ സ്ക്രീൻഷോട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് തുറന്ന് കാണിച്ചു കൊടുത്ത്, ഇവനൊരു പെണ്ണിൻ്റെ ഒരു മെസ്സേജ് അയച്ച, ഇത്രയൊക്കെ ഉള്ളൂ, ഐ ലവ് യു ഉമ്മ 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 എന്നൊക്കെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നും ഇല്ല അതിനകത്ത്. ഇതാണ് ലൈവായിട്ട് വന്നത്. അപ്പോൾ അമ്മച്ചി ചോദിച്ചു, ഇതിനാണോ നീ ഇങ്ങ് പോന്നേ? ആണോ? അവൻ ആ പെണ്ണിന് ഉമ്മ അയച്ചില്ലേ? ഇടി, അവൻ ഉമ്മ അയച്ചതിനാണോ നീ വന്നേ? നിൻ്റെ വല്യപ്പനല്ലേ ഈ കളവൻ? ഇളെ ഞാൻ പല പ്രാവശ്യം വേലക്കാരത്തിലൂടെ ലൈവായിട്ട് പിടിച്ച. സ്ക്രീൻഷോട്ടൊന്നുമല്ല, അയാൾ വേലി ചാടുന്ന വിളഞ്ഞ വിത്തായിരുന്നു. നമ്മുടെ ഈ വല്യപ്പന്മാരൊക്കെ ആരായിരുന്നു മക്കളെന്ന് അമ്മച്ചിമാരോട് ചോദിച്ചാൽ പറയും. ഒക്കെ അയാളോട് ആ പെണ്ണിനിട്ട് അമ്മച്ചി എന്തോ കൊടുത്തു, ആ അടി എന്ന് പറഞ്ഞാൽ 2 അടി കൊടുത്തു. എന്നിട്ട് ഇയാളെ ഇങ്ങനെ ഭിത്തിയെ വെച്ച് ചേർത്തു. മനുഷ്യ ചവിട്ടി തന്നെ ഞാൻ പോകണോ ഇനിയും അടി മുണ്ടല്ല, ആരും അറിയരുത്. തന്നെ ഞാൻ അയാളെ ചവിട്ടി ഒതുക്കി. അതുകൊണ്ട് പുള്ളിക്കാരത്തി ഒരു കാര്യമുണ്ട്, വേലക്കാരത്തി വീട്ടിലുണ്ടെങ്കിൽ എങ്ങും പോത്തില്ല. ഇടിയ അങ്ങനെ പിടിച്ചതിന് ശേഷം ഉണ്ടായതാ നിൻ്റെ അപ്പൻ. കളഞ്ഞോ? സത്യാണോടോ പറയണോ? അയാൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഏതാ ഈ കളവനെ? എന്നിട്ട് എന്ത് ചെയ്തില്ല? കളഞ്ഞില്ല. ഈ കാരണങ്ങളെല്ലാം ഉണ്ടായിട്ടും കളയാതെ കൊണ്ടുകിടന്ന അപ്പച്ചനും അമ്മച്ചും ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നിങ്ങനെ ഭൂമിയിലുള്ളത്. ഒരു കുടുംബം ഒരു സഹനത്തിൻ്റെ പാതയാണ്. കുടുംബത്തിൽ എന്ത് ചെയ്യണം? സഹിക്കണം. പക്ഷേ അന്ന് ഒത്തിരി പേർക്കുള്ളത്, ഞാൻ രാവിലെ പറഞ്ഞാൽ ഒത്തിരി മക്കളുള്ളതുകൊണ്ട് സഹിക്കാൻ എളുപ്പമായിരുന്നു. പോച്ച പറിച്ചും കഷ്ടപ്പെട്ടും ജോലി ചെയ്തും തൂത്തും ജോലി ചെയ്തൊക്കെയാണ് വളരെ എല്ലാവരും കഷ്ടങ്ങളൊക്കെ ഇല്ലേ. അതുകൊണ്ട് അവർക്ക് ഈ സഹനമൊന്നും വലിയ വിഷയമല്ല, നല്ല അടി. പക്ഷേ ഇപ്പോൾ ഈ പിള്ളേരെ ഒന്നും ഒരുമറി ആയതുകൊണ്ട് നമ്മൾ ഇതുങ്ങളെ ഇങ്ങനെ എല്ലാം കൊടുത്തും അവർ നമ്മളെ വിരട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് സഹിക്കാൻ അറിയത്തില്ല, ചെറിയ കഷ്ടങ്ങൾ ഇട്ടേച്ച് പോരും. കുടുംബം എന്ന് പറയുന്ന എന്തിൻ്റെ പാതയാണ്? സഹനമാണ്.
സഹനമാണ്. പല രീതിയിലുള്ള സഹനം വരും, ഓരോരുത്തർക്കും ഓരോ സഹനമായിരിക്കും. എല്ലാ കുടുംബ ജീവിതത്തിലും ഒരു സഹനമുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പൻ്റെ ഒരു സഹനം, അമ്മയൊരു സഹനം. നമ്മൾ ഈ കുടുംബം ഒരു സഹനത്തിൻ്റെ പാതയാണ്. ഞാൻ കുടുംബാരോഗ്യമൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം കൃപ ചെയ്തൊരു കോഴ്സൊക്കെ എടുത്ത് അങ്ങനെ ഒരു കത്തോലിക്ക സെമിനാരിൽ പോയി പഠിച്ച് കുടുംബാരോഗ്യ രംഗത്ത് ചെറിയ സെമിനാറുകളൊക്കെ എടുക്കാൻ തുടങ്ങിയ ഒരു കാലം. അപ്പോൾ എനിക്കന്ന് നമ്മളും കുടുംബസ്ഥനായി അങ്ങനെ പോവുക. ധാരാളം സഹനങ്ങളാണല്ലോ കുടുംബം. ഏതായാലും ഞാനൊരു വട്ടം ഒരു സെമിനാറിന് പോയപ്പോൾ എൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോയി. സാധാരണ നമ്മളങ്ങനെ നോക്കാറില്ല. അപ്പോൾ അന്ന് ഞാൻ പ്രസംഗിച്ച വിഷയം കുടുംബം ഒരു സഹനമാണ്. സഹനത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു. ഭാര്യ ഒരു സഹനമാണോ? ഭാര്യ എന്ന് പറയുന്ന ഒരു സഹനമാണോ? ഭാര്യ എന്ന റോള് ഒരു സഹനമാണോ? ഭർത്താവ് എന്ന് പറയുന്ന ഒരു റോള് സഹനമാണോ? ആണ് അല്ലേ? അപ്പനും അമ്മയെന്ന് പറയുന്ന റോളൊരു സഹനമാണോ? സഹനത്തെക്കുറിച്ചെല്ലാം പ്രസംഗിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് പിറ്റേ ദിവസം ഞാൻ അവിടത്ത് പോവുക. രാവിലെ ധൃതി സമയം പോയി, ഒത്തിരി ലേറ്റായിട്ടാണ് വന്നത്. ധൃതി വെച്ച് പോകാൻ ഇറങ്ങിയപ്പോൾ ആകെപ്പാടെ ഉണ്ടായിരുന്ന മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് കയറി എൻ്റെ ജീപ്പേ കയറി പോകുമ്പോഴാണ് ഭാര്യ ഓടി വന്ന് പറഞ്ഞത്, നിൽക്കുക ഞാൻ ഒരു ചായ തരാമെന്ന് പറഞ്ഞു. ഇവൾ എൻ്റെ കയ്യിലോട്ട് കൊച്ചിനെ തന്നിട്ട് ചായ എടുക്കാൻ പോയി. കൊച്ചിനറിയത്തില്ല വേറെ ഉടുപ്പില്ലെന്ന്. കൊച്ചു കാര്യം സാധിച്ചു. ഞാനിങ്ങനെ കലിച്ച് നിൽക്കുമ്പോൾ എൻ്റെ പാർഷാൻറ്റി എൻ്റെ ഭാര്യ വന്ന് പുറകിൽ കൂടെ തൊട്ടിട്ട് ചായ എന്നിട്ട് പറഞ്ഞു, സാരമില്ല, ജീവിതം ഒരു സഹനമാണ്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് പ്രസംഗിക്കാൻ എന്തോ ഒരു എളുപ്പമാണ്, സഹനമാണ്. പക്ഷെ ജീവിതം എന്ന് പറയുന്നത് എന്താ? സഹിക്കാൻ വെക്കുന്നവർക്ക് പെണ്ണ് കേട്ടോ. ഈ സഹനത്തിലെല്ലാവരും ഇടറി വീഴും. ഈ സഹനത്തിൽ ഇടറി വീഴുമ്പോഴാണ് നമുക്ക് നോക്കാനൊരാൾ, നമുക്ക് മുമ്പായിട്ട് ക്രൂശിച്ച് സഹിച്ച ഒരാളുണ്ട്. ആ കർത്താവ് വിശ്വാസത്തിൻ്റെ നായകനും. കർത്താവിനെ നോക്കണം. കർത്താവിനെ നോക്കുമ്പോൾ എന്തിനുള്ള ശക്തി കിട്ടും? സഹനത്തിനുള്ള ശക്തി കിട്ടും. എൻ്റെ പൊന്നു പ്രിയരെ, സുവിശേഷകർ, പാസ്റ്റർ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നോക്കുമ്പം നല്ല മിടുക്കരാന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ സഹിക്കാൻ ഒക്കുന്ന ഒരാൾക്ക് എന്താകാനൊക്കത്തുള്ളൂ? ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു മക്കളെ. എനിക്ക് ഭയങ്കര, നമ്മൾ ചിരിച്ച് ജീവിക്കണം. കാരണം മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ചിരിക്കാനൊക്കത്തുള്ളൂ അല്ലേ? മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ഞാൻ നല്ലപോലെ ചിരിച്ചപ്പോൾ ഒരു കമൻറ്റ് കേട്ടു, സ്ത്രീകളെ കാണുമ്പോഴത്തേനും അവൻ്റെ ആ ചിരി ഇങ്ങനെ, അതാ ആക്ഷനൊക്കെ കാണണം, ഇങ്ങനെ അങ്ങ് ചിരിക്കും. അതെന്നോട് ഒരാൾ അതുപോലെ പറഞ്ഞു. അവൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് പെട്ടെന്നങ്ങ് ചിരിക്കും. ഞാൻ വളരെ ഡീസൻ്റായി. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഒരു കമൻറ്റ് കേട്ടു, ഇപ്പം ഭയങ്കര ഗമയാണ്. ശരിയല്ലേ? പാസ്റ്റർ പറഞ്ഞു, പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു, ശാന്തമായി ഞാൻ പ്രസംഗിച്ചപ്പം ചെല്ല് പറഞ്ഞു, കൊള്ളാമെങ്കിലും ബുദ്ധി എന്തോ ഇല്ല, ആത്മാവില്ല. എന്നാൽ ഇനി ആത്മാവി പ്രസംഗിച്ച പറഞ്ഞു, ബഹളമാണ്, ഒരു കഴമ്പില്ല. ശരിയല്ലേ? ഞാനൊരു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. എനിക്കെൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു കൃപയാണ് കർത്താവിൻ്റെ മുമ്പിൽ കരയാൻ. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കോവിഡിൻ്റെ സമയത്ത് ഒരു വീടിൻ്റെ മേളിൽ. ആ വീട്ടിലെ സഹോദരി താഴെ നിൽക്കുക. അപ്പോൾ വന്ന് ഒരാൾ ചോദിച്ചു, കയറുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങേരുടെ മോങ്ങ് കഴിഞ്ഞിട്ട് കയറാം, അങ്ങയുടെ മോങ്ങ് കഴിഞ്ഞിട്ട് കയറാം. ആ വീട്ടിൽ ഉണ്ടായ മോങ്ങിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഓർത്തോണേ, കരഞ്ഞാൽ കുറ്റം. ഞാൻ നല്ലപോലെ ഫുഡ് കൊടുക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഫുഡ് കൊടുക്കും. അമ്മ എന്താ പോയത് കുറയ്ക്കരുതെന്ന്. പക്ഷെ നല്ല ഫുഡ് കൊടുത്തപ്പം സഭ വിട്ടു പോയവരുണ്ട്. കാരണം ഞങ്ങൾ ചുരുക്കി കൊടുക്കുന്ന എല്ലാം അവരങ്ങ് ആണോന്നോ. ഞാൻ കഞ്ഞിയും പയറുമാക്കി. അപ്പം കേട്ടു, ഇപ്പോൾ അറുത്ത കൈക്ക് എന്തിടത്തില്ല, ഉപ്പിടത്തില്ല. കൊടുക്കാനൊക്കോ ഇല്ല, കൊടുക്കാതിരിക്കാനൊക്കോ ഇല്ല. ഇതെല്ലാം കാണുമ്പോൾ ഇട്ടേച്ച് പോകാതിരിക്കണമെങ്കിൽ എന്താ വേണം? സഹനത്തിൻ്റെ ശക്തി വേണം. നിങ്ങളൊരു സുവിശേഷകൻ്റെ ചിന്തക്കാരിയല്ല. തമ്പി അപ്പച്ചനെ ഒരു വലിയ കൺവെൻഷൻ പ്രസംഗിക്കണം, നടന്ന സംഭവമാണ്. അപ്പച്ചന് അത് വലിയൊരു കൺവെൻഷനാണ്. അപ്പോൾ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട്. അന്ന് അപ്പച്ചന് അന്ന് എന്നോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് വയ്യ, നീ പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അയ്യോ, എൻ്റെ അപ്പച്ചൻ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല. കാരണം അന്നത്തെ ഒത്തിരി വർഷം മുമ്പാണ് നമ്മളന്ന് കൺവെൻഷൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടില്ല. 1-2 കൺവെൻഷനൊക്കെ അവിടെ ഇവിടെയും പ്രസംഗിച്ചിട്ടേ ഉള്ളൂ. വലിയ കൺവെൻഷനാണ്. KC ജോൺ സാറ്, OM രാജക്കുട്ടി പാസ്റ്റർ, നമ്മുടെ ഒരു PJ ജെയിംസ് സാറ്, ഇവരെല്ലാമാണ് ലീഡേഴ്സ് എല്ലാമാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ പൊന്നപ്പച്ച ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയ്യ, നടുവെട്ടിയിരിക്കുക, നീ പോകണം. എന്തോ ചെയ്യാൻ? അപ്പച്ചൻ പറഞ്ഞല്ലേ, പോകാതിരിക്കാനും വയ്യ. അവസാനം ഞാൻ ചെന്നപ്പം
ഈ അപ്പച്ചനെ എന്നെ, ഈ കൺവെൻഷൻ നടത്തുന്ന ഒരു പ്രായമുള്ള അപ്പച്ചനാണ്. അപ്പച്ചൻ എന്നെ അടിമുടി ഒന്ന് നോക്കി. ഞാൻ ഏതായാലും വീണ്ടുപോയി. ഞാൻ അവസാനം പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ അധ്യാപകനാണ്. അപ്പച്ചൻ കയറി പറഞ്ഞു, ഞാനൊരു കൺവെൻഷൻ നടത്തിയിട്ടുള്ള നേതാക്കന്മാരെ എല്ലാം വിളിച്ചു, എൻ്റെ തമ്പുരാനെ ഇവന്മാരാണ്ട് വരുമോ, എന്നിട്ട് ഓരോന്നിനെ പറഞ്ഞു വിടും, ഓരോ സ്റ്റെപ്പിനെ. ഇന്നും വിട്ടു ഒരാൾ ഒരു സ്റ്റെപ്പിനിയെ വിട്ടേക്കുക. എന്നിട്ട് പുള്ളി അവസാനം പറഞ്ഞു, ഒരു അധ്യാപകൻ്റെ ഒരു ശൈലിയാണ്, എന്നാലും സ്റ്റെപ്പിനി കൊള്ളായിരുന്നല്ലേ, ഒറിജിനൽ വരാൻ നന്നായി അല്ലേ. സ്റ്റെപ്പിനി കൊള്ളാവുന്നവരൊക്കെ ഒന്ന് കൈയടിച്ച്, എല്ലാവരും കൈയടിച്ച്. അങ്ങനെ സ്റ്റെപ്പിനി ഇങ്ങനെ പോകുന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ ചർച്ച ഇതുപോലെ ഉപവാസം, ഞങ്ങളുടെ ചർച്ചയിൽ നിന്നും പ്രാർത്ഥന ഉപവാസം, സ്വന്തം ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപവാസം നടക്കുമ്പോൾ അന്ന് വരേണ്ട ഗസ്റ്റ് ബിജിയഞ്ചൽ പാസ്റ്റർ. ബിജിയഞ്ചൽ പാസ്റ്റർ വഴിക്ക് കണ്ട് വന്നിട്ട് തിരിച്ചു പോയി. ഒത്തിരി വർഷം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞ് വരാനൊക്കത്തില്ല. ഇതുപോലെ പാട്ട് വലിച്ചു നീട്ടി കാരണം ആൾക്കാരെല്ലാം ഇരിക്കുക. ബിജിയഞ്ചൽ പാസ്റ്ററൊക്കെ അന്ന് കത്ത് നിൽക്കുന്നൊരു സമയമാണ്. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, ഈ കഥ പറഞ്ഞു, ഇന്നലെ ഞാൻ അവിടുത്തെ പോയി സ്റ്റെപ്പിനി ആയിരുന്നു ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇന്ന് ഒറിജിനൽ വരത്തില്ല, സ്റ്റെപ്പിനി പ്രസംഗിക്കാതെ പറഞ്ഞു. ഈ ആൻറ്റി ഇരിക്കുന്ന പോലെ ഒരു അമ്മച്ചി ഇരിക്കുക എൻ്റെ മുമ്പിൽ, ഒരൊറ്റ തുപ്പന്നെ. സത്യമായിട്ട് ആ അമ്മ എന്നെ ഒരൊറ്റ തുപ്പ്. എന്തോ ചെയ്യണം, ഇറങ്ങിപ്പോണോ? ഞാൻ ആ തുപ്പ് കൊണ്ടിട്ട് പ്രസംഗിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ശുശ്രൂഷയായിരുന്നു അത്. തുപ്പ് കൊണ്ടിട്ട് ഇറങ്ങിപ്പോയിരിക്കണമെങ്കിൽ അപ്പം ആരെ നോക്കണം? അയ്യോ, ജീവിതം ഒരു സഹനാണ്, ശുശ്രൂഷ ഒരു സഹനാണ്. എൻ്റെ പൊന്നെ, സഹനം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ സഹനമല്ല, ഇട്ടേ ചൂടും കേട്ടോ. ശുശ്രൂഷ എളുപ്പമൊന്നുമല്ല, ഇട്ട ചൂടും പൊടുവും. നിങ്ങൾ നോക്കുമ്പോൾ നല്ല എന്ത് പിള്ളേരെ ഞാൻ കൊണ്ട് വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ എപ്പോഴും പിള്ളേരുണ്ടായിരുന്നു, ഇഷ്ടംപോലെ പിള്ളേർ, അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അതിലൊരു പയ്യനെ, അവനെ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള, കേട്ടിട്ടുള്ളവർ കാണാം, കേൾക്കാത്തവർ കാണാം, എന്നാലും എൻ്റെ അനുഭവമല്ലേ. അപ്പോൾ ഇവന് ഭയങ്കര ആരോഗ്യമായി. ഇപ്പോൾ ഇവന് ഇച്ചിരി ഉഴപ്പിപ്പോയി. അപ്പോൾ ഉഴപ്പിപ്പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ അവനെ വീട്ടിൽ കൊണ്ട് നിർത്തി. വീട്ടിൽ നിന്നാണ് അവൻ കോളേജിൽ പോകുന്നത്. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവനങ്ങ് തെന്നിപ്പോയി. പിന്നെ അവൻ വലിയ ഗായിങ്ങായി, ഗുണ്ടയായി എന്നൊക്കെ കേട്ടു, കൊട്ടേഷനൊക്കെ പോകും. അപ്പോൾ എന്ന് എൻ്റെ കൂടെ ഒരു തിരുവനന്തപുരംകാരൻ്റെ ഡ്രൈവറുണ്ട്, അവനൊരു ഹൈന്ദവ സഹോദരനാണ്, നല്ല പയ്യനാണ്, എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, അവനെ അടിക്കുമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു, അയ്യോ അവനെ അടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇത് പ്രശ്നം തീർക്കണം. ഇവൻ വലിയ ഗുണ്ടയാണ്, ഇവൻ ഈ കൊട്ടേഷനൊക്കെ പോകുന്നുണ്ട്, ഇനി ഇതിൻ്റെ എല്ലാം പുറകെ ഞാൻ പോകണ്ടേ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇവന് ഒരു RSS ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു പയ്യനാണ്, ശരിക്കും അവൻ പക്ക RSS ബാക്ക്ഗ്രൗണ്ടുള്ളൊരു. ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചോട്ട്, ഞാനത് കരിയാലം വഴി തീർത്തോളാം എന്ന് പറഞ്ഞു. ഇവരെ ഇതെല്ലാം ആരെയാ ബാധിക്കാൻ പോകുന്നേ? നമ്മളെ അല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടായാലും ഞാൻ തീർത്തോളാം എന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ഒത്തിരി ദിവസം വീട്ടിൽ നിർത്തി കൊണ്ടുനടന്നൊരു പയ്യനല്ലേ. ഞാൻ അവനെ വിളിച്ചടാ, നീ ഇപ്പോൾ എവിടാ? ഞാൻ ടൗണിലുണ്ട്, ഇങ്ങോട്ട് വന്നേ. അവൻ്റെ ബൈക്കേ വന്നു, അവൻ്റെ ബൈക്ക് സൈലൻസറൊക്കെ ഊരിയിട്ട ബൈക്കാണ്. അതേ വന്നു. ഞാൻ പറഞ്ഞു, മോനെ ഇരിക്കടാന്ന് പറഞ്ഞു. അവനിരുന്ന്. എൻ്റെ പൊന്നെ കൈക്കൊക്കെ ഈ കനമുണ്ട്, നല്ല ഡമ്പൾ എടുത്തു, നല്ല മസിലാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്, ടൈറ്റ് ബെന്നിനൊക്കെ ഇട്ട്. എന്നോ ആരോഗ്യം എന്നറിയാം. അപ്പം ഞാൻ ചോദിച്ചേട്ടാ, നീ ഇവനെ അടിക്കുമെന്ന് പറഞ്ഞു. എന്തിനാടാ? ആദ്യം ഞാൻ അവനിട്ട് കൊടുക്കും, അവൻ ചെവിയെന്ന് ഉള്ളിക്കോ. നിനക്കിട്ട് ഞങ്ങൾ സ്കെച്ചും പ്ലാനും എല്ലാം എടുത്തിട്ടുണ്ട്, സൂക്ഷ്മടിയുണ്ട്, കുറേ നേരം കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ അവനെ അടിക്കാമെന്ന് പറഞ്ഞ ദോഷമല്ലേ, ചർച്ചിൻ്റെ ഡ്രൈവറല്ലേ. എന്നിട്ട് അവനിങ്ങനെ ഞാൻ കുറേ നേരം സംസാരിക്കും, ഇങ്ങനൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ, എടാ അപ്പ ഇങ്ങനെ ചാരുകസരെ കിടക്കുക, എടാ അപ്പായെ കൊണ്ട് നടക്കുന്നവനല്ല, ഇവനെ അടിച്ചാൽ അപ്പായെ അടിക്കുന്നവരല്ലേ ഉള്ളൂ. ഇവനെ ഓടിച്ചെന്ന് അപ്പായ്ക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പ പക്ഷേ ഇവനിട്ട് കൊടുക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അപ്പൻ അതിലും വലിയ പുള്ളിയാണ്. എന്നോ ആരോഗ്യമെന്നറിയാം, വയ്യായെങ്കിലും കൈക്കൊക്കെ എന്നോ ആരോഗ്യമെന്നറിയാം. അയ്യോ, ഒരടി കിട്ടിയാൽ അടിക്കുമായിരുന്നു. അയ്യോ, എന്നോ ആരോഗ്യമായിരുന്നു. സത്യമായിട്ട് എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച അടിയായിരുന്നു. കാരണം ഞങ്ങളുടെ രാത്രി ഒരു വിശ്വാസി വന്ന് ചീത്ത വിളിച്ചു. പപ്പാ പതുക്കെ പറഞ്ഞു, മക്കളെ ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേക്കാൻ. പുറത്തോട്ട് ഇറങ്ങിയപ്പം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഒരൊറ്റ ശബ്ദം കേട്ട ആൾ താഴെ കിടക്കും. 1 മണിക്കൂർ കഴിഞ്ഞപ്പം പുള്ളി എഴുന്നേറ്റ് ചോദിച്ചു, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? ഇത്ര കൈക്ക് ആരോഗ്യം. ഞാൻ നോക്കിയപ്പം പപ്പാ പതുക്കെ ഈ ക്യാൻവാസ് കസേരയുടെ കമ്പുണ്ടല്ലോ അത് ഊരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ എന്തിനാ? നീ ചുമ്മാ ഇല്ല, ഞാനിപ്പോൾ ഇതിൻ്റെ സോക്കേട് അങ്ങ് തീർക്കാമെന്ന് പറഞ്ഞു. മിണ്ടരുത്, അവിടെ ഇരുന്നു, ഞാൻ തീർത്തോളാം. ഞാനിവനോട് കുറേ നേരം സംസാരിച്ച് ഇവൻ അയയുന്നില്ല. ഇവൻ അടിക്കുകയാണ്. എനിക്കെൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക. ഞാൻ അഹങ്കാരം പറയല്ല, ഞാൻ ഇച്ചിരി നേരത്തെ ഞാൻ കല്യാണം കഴിച്ചായിരുന്നു അവൻ്റെ പ്രായമുള്ളൊരു കൊച്ചു കണ്ടേ, അത്രേ ഉള്ളവൻ, ആ പ്രായമുള്ളൂ. അവനങ്ങ് നെകളിക്കുക. ഞാനങ്ങ് സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവനിങ്ങനെ കസേര ഇരിക്കുകയല്ലേ, ഞാൻ ചെന്ന് നെടുമ്പാട് വീണ് അവൻ്റെ കാലേൽ.
ഈ വിഷയം വിട്ടെന്ന് പറയാതെ ഞാൻ എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണം, അവനൊരു അരമണിക്കൂർ എന്നെ കാലേ കിടത്തി. ഇപ്പം പറയത്തുമില്ല, ഞാൻ എഴുന്നേക്കത്തില്ല. അമ്മ ഇപ്പുറത്ത് നിൽക്കുന്നു, ഭാര്യ ഇപ്പുറത്തിരിക്കുന്നു, രണ്ട് കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അമ്മ കരഞ്ഞു, ഭാര്യ കരഞ്ഞു. എടാ അമ്മ പറഞ്ഞെടാ എനിക്ക് ശ്വാസം മുട്ടുന്നു, ഞാൻ ചത്തു, നീ പറ എന്തെങ്കിലും. ഒടുവിൽ അവൻ പറഞ്ഞു ശരി വിട്ടിരിക്കുന്നു. പറഞ്ഞു തീരുകയും ഞാൻ വളർത്തിയ ഒരു ചെറിയാനുണ്ട്, 10-16 വയസ്സ് ഞാൻ കൊണ്ടുവന്ന, ഇന്ന് ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ. ചെറിയാൻ കയറി വന്നപ്പോൾ ഞാൻ കാലേ കിടക്കുക, അവനും കൊച്ചു കിടക്കാൻ. അവൻ കഥക് വലിച്ചൊരൊറ്റ ആട്ടയും ഒരു ചാട്ടവും. എൻ്റെ അച്ചാച്ചനെ നീ കാലേ കിടത്തിയോടാ, എന്നാൽ അടിക്കടാ, അടിച്ചു തീർക്കാടാ, എന്നാൽ പിന്നെ അങ്ങ് അടിയാട്ടടാ, നീ അടിക്കടാ അടി. അവനൊരു ചാട്ടം. ഇവൻ പറഞ്ഞു നിനക്കിട്ടുണ്ട്. ഞാൻ വീണ്ടും കിടന്നു, ആരെ അടിക്കാതിരിക്കാൻ. ഇപ്പം നിങ്ങൾ പറയുമ്പോൾ രസമാണ്. കാലേ കിടക്കണം, ഒരു മുട്ടച്ചെറുക്കൻ്റെ കാലേ കിടക്കണേ, എന്നിട്ട് അറിയാം അതിൻ്റെ ഒരു ദണ്ണം. പാതയിൽ നമ്മൾ കാൽ വഴുതി വീഴും. കാൽ വഴുതി വീഴുമ്പോൾ നോക്കാൻ ഒരാളുണ്ട്. ഇങ്ങനെ അക്കരെ ഷോറിൽ ഒരാൾ നിൽക്കും, വിശ്വാസത്തിൻ്റെ നായകനും. വിശ്വാസത്തിൻ്റെ നായകനും ഓട്ടം ഓടി ഹല്ലേലൂയ. എന്നിട്ട് മറ്റൊരു കൂട്ടരെ കൂടെ കാണും. ഇതാ സാക്ഷികളുടെ വലിയൊരു സമൂഹം ഓട്ടം ഓടി അക്കരെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പം ജീവിതം, കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയ സഹനമാണ്. ഈ സഹനത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആരാ? യേശു. സ്തോത്രം ചെയ്തേ. 1, കുടുംബം ഒരു മുപ്പിരിച്ചണ്ടാണ്. 2, കുടുംബങ്ങൾ മറകളില്ലാതെ ജീവിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, കുടുംബം ഒരു സന്ധികളിലൂടെ കടന്നു പോകേണ്ടതാണ്. പക്ഷേ സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന്, എന്നാൽ ഉഷസ്സിൽ എന്ത് വരും? വീണ്ടും കുടുംബം സഹനങ്ങളുടെ ഒരു പാതയാണ്. സഹനത്തെ കാലിടുമ്പോൾ പതുക്കെ നോക്കുക. ആരെ? യേശുവിനെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആമേൻ. ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ആമേൻ. ഓട്ടക്കളത്തിലോടുന്നോരനേകൻ ബിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി. ആമേൻ. ഭാരം കുഞ്ഞുങ്ങളെ, അപ്പം കുടുംബം സഹനത്തിൻ്റെ ഒരു പാതയാണ്. അവിടെ നമുക്ക് മുമ്പായിട്ട് ഓട്ടമോടി തീർത്ത ഒരാളുണ്ട്. ആരാ? യേശു. കാലിടറുമ്പോൾ, ഇനിയും വയ്യാൻ തോന്നുമ്പോൾ, ഒട്ടം പോകാൻ വയ്യാൻ തോന്നുമ്പോൾ ശാന്തമായിട്ടൊന്ന് നോക്കണം. അങ്ങേ കരയെന്നുകൊണ്ട് ചീറപ്പ് തരാൻ ഒരാളുണ്ട്. യേശുവാ. ഹല്ലേലൂയ ഹല്ലേലൂയ. 3, കുടുംബം ഒരു വിശുദ്ധീകരണ സ്ഥലമാണ്. കുടുംബമാണ് സാങ്ക്ടിഫിക്കേഷൻ. ഫാമിലി ഈസ് എ പ്ലേസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. കുടുംബത്തിലാണ് വിശുദ്ധീകരണം നടക്കുന്നത്. നിങ്ങളൊരു യാഥാർത്ഥ്യം, ഈ എക്സെപ്ഷൻസ് ആർ എവരിവെയർ. എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്. എങ്കിലും പൊതുവെ ഓർത്തോണം, ഈ കല്യാണമൊക്കെ കഴിക്കാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഐ റെസ്പെക്ട് ദം. ഒരു കോസിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. കല്യാണം ഉണ്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആചാരം ഒത്തിരി പേര് കമ്മ്യൂണിസ്റ്റ് വിവാഹം കഴിക്കാത്തവരുണ്ട്. പാർട്ടി ഓഫീസ് മാത്രമല്ല, എല്ലാം പാർട്ടിക്ക് എഴുതി കൊടുത്തവരൊക്കെ ഉണ്ട്. പക്ഷേ എക്സെപ്ഷൻസ് ആർ എവരിവെയർ. എന്നാലും ഒരു ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ കല്യാണം കഴിക്കാത്തവർ അവസാനമൊക്കെ ആകും ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര സ്ട്രിക്റ്റായിരിക്കും. അവരുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇച്ചിരി പാടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിശുദ്ധീകരിക്കുന്ന സ്ഥലം എവിടാ? കുടുംബമാണ്. ആ പയ്യനുണ്ടല്ലോ, അതായത് ഞാനീ പറയുന്ന പയ്യൻ, ആ പയ്യൻ ഭയങ്കര അരിശക്കാരനായിരുന്നു മോളെ. അവൻ്റെ അമ്മയെന്ന് പറയുന്നതുണ്ടല്ലോ, ഇവൻ്റെ താളത്തിന് തുള്ളുമായിരുന്നു. ഈ ആമ്പിള്ളാരെ താളത്തിന് തുള്ളിക്കുന്ന ആരാ? അവനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൻ ഈ ദോശ കല്ലേന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നവരുണ്ടോ? കല്ലേന്നിങ്ങനെ അങ്ങോട്ട് കൊണ്ടു കൊടുത്ത എന്നല്ലേ? അവന് ചൂട് മൊരിന്നിരിക്കണം.
ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് കണ്ടിട്ടുണ്ടോ? കല്ലേന്ന് എടുത്ത് കൊടുത്ത് അതിനിങ്ങനെ നിൽക്കും. ആ ഫ്രിഡ്ജ് വെച്ചതൊന്നും കഴിക്കത്തില്ല. അങ്ങനെ ഇരിക്കുക. അവൻ പെണ്ണ് കെട്ടി. അവളോട് പറഞ്ഞു കല്ലേന്ന്. അവൾ പറഞ്ഞു വേറെ പണി നോക്കാൻ പറഞ്ഞു. എന്താ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, വേണേ മൈക്രോവനി വെച്ച് എന്ത് ചെയ്തോളാം പറഞ്ഞു. ദോശയൊക്കെ ഇപ്പം പിന്നെ ചമ്മന്തി എല്ലാം അങ്ങോട്ട് വെച്ചിട്ട് ഓവനി വെച്ച് എന്ത് ചെയ്യും? ഒരു പരാതിയില്ല. അവളോടൊന്നും ചാടിയപ്പോൾ അവൾ പറഞ്ഞു വേണ്ട വേണ്ട. അപ്പോൾ ഇവനെ വിശുദ്ധീകരിച്ച ആരാ? ഇവനിപ്പം ദേഷ്യമുണ്ടോ? ഇല്ല. അവനെ വിശുദ്ധീകരിച്ച ആരാ? പെണ്ണാൽ വിശുദ്ധീകരിക്കപ്പെട്ട അച്ചായന്മാരാണ് ഇരിക്കുന്നതെല്ലാം. അവരെന്തോ ഒരു ചാട്ടവും ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പം ചാട്ടമൊന്നും ഇല്ല. ഉണ്ടോ? അച്ഛാ ഡീസൻ്റ് അല്ലേ? ഒരു ചൂട് കാപ്പി സ്ട്രോങ്. നമ്മൾ കടയിലൊക്കെ ചെന്ന് പറയും ചായ വേണോ, കാപ്പി വേണോ, സ്ട്രോങ് വേണോ, ലൈറ്റ് വേണം. അപ്പം നമ്മൾ കടയിലൊക്കെ പറയും ഒരു മീഡിയം വിത്ത് മധുരം കൂട്ടി ഒരെണ്ണം തന്നേക്കാൻ. വീട്ടിൽ പറയാമോ? വീട്ടിൽ കിട്ടുന്നത് എന്തോ ചെയ്യണം? പിന്നെ മീഡിയം മധുരം കൂട്ടി ഇപ്പം കരും. അപ്പോൾ അച്ചായനെ വിശുദ്ധീകരിച്ചത് ആരാ? ആൻ്റിയ. ആ മോളുണ്ടല്ലോ മോളെ, ആ മോള് ഭയങ്കര ഒരുക്കക്കാരത്തിയായിരുന്നു. മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് പിരിയൊക്കെ ത്രെഡ് ചെയ്ത് അവളിങ്ങനെ അവൾക്ക് എന്തോ ഒരു ഒരുക്കമായിരുന്നു, അറിയാം, സുന്ദരിയുമായിരുന്നു. പക്ഷേ ഇവർക്ക് 2-3 പിള്ളേർ അടുപ്പിച്ചുണ്ടായി. ചിലത് ഹൈപ്പറുവാ. ഇപ്പോൾ അവൾക്ക് എന്തിനു നേരെയില്ല. ഞാൻ സത്യമായിട്ട് അവളെ എനിക്ക് ഒത്തിരി വട്ടം അറിയാം. ആ മോളെ ഞാനൊരു ദിവസം ഒരു മാളി വെച്ച് കണ്ടേ. ഈ 3 ഭാര്യ കെട്ടി ഒരു വലിയ ബാഗും തോളയിട്ട് ഞാനിവളെ നോക്കിയപ്പോൾ 2 ചെരുപ്പ് കാലേ കിടക്കുക. ഇവൾ ധൃതി വെച്ച് വന്നപ്പോൾ 2 ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി. ഈ പിള്ളേർ ഓട്ടമല്ല, ഇതിനെല്ലാം വലിച്ചു കയറ്റണ്ടേ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു മോളെ കാലേ ചെരുപ്പ്. അവൾ എന്നോട് കൂളായിട്ട് പറഞ്ഞു ന്യൂ ട്രെൻഡാണ്. ഈ ഭയങ്കര ഒരുക്കക്കാരത്തിയെ വിശുദ്ധീകരിച്ച ആരാ? പിള്ളേരാ. സത്യമായിട്ട് ഈ പിള്ളേർ വരുമ്പോഴാണ് അപ്പനും അമ്മയും എന്ത് ചെയ്യുന്നത്? കുറേ ഉപവാസവും കുറേ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുന്ന എപ്പോഴാണ്? പിള്ളേർ വരുമ്പോഴാണ്. ആണോ? നമ്മുടെ കൊല്ലത്തെ അമ്മച്ചിയല്ല, ഞങ്ങളുടെ അവിടുത്തെ അമ്മച്ചി അട്ടയ്ക്ക് ഭരിച്ചതാണ്. അമ്മച്ചി ആരായിരുന്നറിയാം? ആൻറ്റിമാരുടെയൊക്കെ ഇരിപ്പിരിക്കുമ്പോൾ അറിയാം ആരായിരുന്നറിയാം. ഭർത്താവിനെയൊക്കെ വിരുട്ടുമായിരുന്നു, നാത്തുമാർക്കൊക്കെ പേടിയായിരുന്നു. അമ്മച്ചി അങ്ങനെ സർവ്വ അട്ടയ്ക്ക് ഭരിച്ച അമ്മച്ചിയാണ്. അമ്മച്ചിയെ ഇളയമോൻ കെട്ടി വന്നപ്പോൾ അവൾ പറഞ്ഞു ഇനി എല്ലാം ആര് ചെയ്തോളാം, ഞാൻ ചെയ്തോളാം, അമ്മച്ചി അവിടെ ഇരുന്നാൽ മതി. അവൾ ആ ഭരണം ഏറ്റെടുത്തു. ഇപ്പം അമ്മച്ചിക്ക് ഒരു റോളും ഇല്ല. മൂത്തതൊക്കെ പാവമായിരുന്നുകൊണ്ട് അമ്മച്ചി ഇച്ചിരി ചാടിയൊക്കെ നിന്നു. പക്ഷേ ഇളയവള് വില്ലിയായിരുന്നു, ജഗജില്ലിയായിരുന്നു. ഇപ്പോൾ അമ്മച്ചി ചൊവ്വാഴ്ച സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ആദ്യം വരുന്ന അമ്മച്ചിയാണ്. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കുണ്ട്. ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ അമ്മച്ചി ചാടി ഹൈപ്പിച്ച് പാടും. കാന്തനെ കാണുവാൻ കാന്തനെ കാണുവാൻ ആർത്തി വളരുതേ. അമ്മച്ചിക്ക് ഭയങ്കര പ്രത്യാശ. എവിടെ പോയാൽ മതി? അക്കരെ നാട്ടിൽ പോയാൽ മതി. അമ്മച്ചിക്ക് പ്രത്യാശ ഉണ്ടായത് ആര് വന്നതാ? വരുമ്പോൾ വന്ന. അല്ലെങ്കിൽ അമ്മച്ചി ഈ അടുക്കളയുമായിട്ട് ജീവിച്ച് നരകത്തിൽ പോയത്. അപ്പോൾ അമ്മച്ചിയെ വിശുദ്ധീകരിച്ചത് ആരാ? വരുമ്പോൾ. നമ്മളെ പലരെയും വിശുദ്ധീകരിച്ചത് ആരാ? പിള്ളേരാ. പിള്ളേർ വന്നേ പിന്നെ മാറ്റം ഉണ്ടാവും. അതിനകത്ത് ഇച്ചിരി പിപ്പിരിയും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ നിരന്തരം എന്തു ചെയ്യും? ഉപവാസവും പ്രാർത്ഥനയും. കർത്താവേ സഹായിച്ചോണം, എൻ്റെ കുറവൊന്നും പിള്ളേരോട് എന്ത് ചെയ്യരുതേ, കണക്കിടരുതേ കർത്താവേ. നമ്മളങ്ങ് വിശുദ്ധീകരിക്കും. അപ്പോൾ സത്യത്തിൽ ഒരു മനുഷ്യന് വിശുദ്ധീകരണം ഉണ്ടാകുന്ന എവിടാ? കുടുംബത്തിൽ. അത് സത്യമാണ്. ഒന്ന് കൈപ്പൊക്കി. എല്ലാ മനുഷ്യർക്കും വിശുദ്ധീകരണം ഉണ്ടാകുന്ന എവിടാ? കുടുംബം. ഫാമിലി ഈസ് എ പ്ലേസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. അതൊരു വിശുദ്ധീകരണ സ്ഥലമാണ്. അപ്പം തന്നെ ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ പണിയപ്പെടുന്ന സ്ഥലം എവിടാ? നമ്മൾ എപ്പോഴും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ഒരു തലമുറയും മറ്റൊരു തലമുറയുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, ഒരു അച്ചക്കജാന്തരമുണ്ട്. ഒത്തിരി നന്മയും തിന്മകളെ എല്ലാത്തിനുമുണ്ട്. എന്നാൽ പോലും ഒരു 80-85 മുമ്പ്, 80 മുമ്പ് ജനിച്ചവരൊന്ന് കൈപൊക്കിക്കുക. 1980 മുമ്പ് ജനിച്ചവർ ഒത്തിരി പേരുണ്ട്. കൈകൾ കണ്ടോ? അന്ന് നിങ്ങൾ ഇവരോട് ചോദിക്കണം, ഇവരെ രൂപപ്പെടുത്തിയത് ബന്ധങ്ങളാണോ മീഡിയ ആണോ? ബന്ധങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിച്ച് വേണപ്പോളേ ഒത്തിരി ബന്ധമുണ്ട്. ഒരു 10 ബന്ധം പറഞ്ഞേ. അപ്പൻ്റെ അനിയൻ എന്താ വിളിക്കുന്നേ? കൊച്ചപ്പൻ. അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ കൊച്ചമ്മ. അപ്പൻ്റെ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ അപ്പച്ചനും അമ്മച്ചിയും. ആണോ? ഇനി ഭാര്യ വീട്ടിലെ അമ്മയുടെ വീട്ടിലെ അപ്പച്ചനും അമ്മച്ചിയും അവരെ സ്ഥലപ്പേരാണോ? ഞങ്ങളുടെ അവിടെയൊക്കെ സ്ഥലപ്പേരിട്ടാ വിളിക്കുക. ആണോ? കോഴഞ്ചേരിലെ അപ്പച്ചനും കോഴഞ്ചേരിലെ അമ്മച്ചി. അമ്മയുടെ ആങ്ങളാ
അമ്മാച്ചൻ, ആങ്ങളുടെ ഭാര്യ, മൂത്തമ്മാച്ചൻ, വല്യമ്മച്ചൻ ആണോ, വല്യമ്മായി ആണോ, ഇളയ അമ്മാച്ചൻ, കൊച്ചമ്മാച്ചൻ, പിന്നെ കൊച്ചമ്മായി, ശരിയാണ്. അപ്പൻ്റെ പെങ്ങള് മാവി, അപ്പൻ്റെ പെങ്ങളുടെ ഭർത്താവ്, മൂത്ത പെങ്ങള്, വല്യമാവിയും അമ്മയുടെ അനിയത്തി കുഞ്ഞമ്മ ആണോ, അമ്മയുടെ അനിയത്തിൻ്റെ അനിയത്തി കുഞ്ഞാൻറ്റി ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് വിളിക്കും, അമ്മയുടെ ചേടത്തി വല്യമ്മി ആണോ. അങ്ങനെ ഇഷ്ടംപോലെ ബന്ധങ്ങളായില്ലേ. ചേട്ടൻ, അച്ചാച്ചൻ, അനിയത്തി, മൂത്തമുണ്ടെങ്കിൽ പെങ്ങളാണെങ്കിൽ ചേച്ചി ആണോ. ഇനി ചേച്ചി കല്യാണം കഴിക്കുമ്പം ഇവനാരായി, ചേച്ചി കല്യാണം കഴിക്കുമ്പോൾ ഇവനാരായി, കല്യാണം കെട്ടിയ ആരാ, അളിയൻ. പെട്ടെന്ന് കൊച്ചി ചെറുക്കൻ ആരായി, അളിയനായി. ആ പെങ്ങൾക്ക് പിള്ളേരുണ്ടാകുമ്പോൾ ഇവനാരായി, അമ്മാച്ചനായി. അയ്യോ, അമ്മാച്ചനായി അല്ലേ. എന്തെല്ലാം ബന്ധങ്ങളാണ് മനുഷ്യരെ രൂപപ്പെടുത്തിയ ആരാ, ബന്ധങ്ങളാണ്. പക്ഷേ 1985 ശേഷമാണ് ഈ TV വരാൻ തുടങ്ങി. അന്നൊരൊറ്റ ചാനലേ ഉള്ളായിരുന്നു, ദൂരദർശൻ. അതിന് മുമ്പ് റേഡിയോ ആയിരുന്നു. ദൂരദർശൻ എങ്ങനെയാണ് കിട്ടുന്നറിയാവോ, പിള്ളേർക്കറിയാവോ? ഒരു ആൻറ്റിന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ? ഒരു കാറ്റടിച്ചാൽ ആൻറ്റിന പോവും. അപ്പോൾ ഈ അച്ചായൻ എവിടെ കയറും, എന്നിട്ട് തിരിക്കും, എന്നിട്ട് മേളിൽ ഇരുന്നുകൊണ്ട് ചോദിക്കും, എടിയേ കിട്ടിയോന്ന്, എന്തോ കിട്ടിയോന്നാ, ഗ്രെയിൻസാണ് ചാനൽ കിട്ടിയോ. ശരിയാണോ? അന്ന് ആ പല ദൂരദർശനമുള്ള ഇടയ്ക്കൊരു ചിത്രഗീതം, ഇടയ്ക്കൊരു ഹിന്ദി, അതിനിടയ്ക്ക് എന്തോ വരും മലയാളം, ഇത്രയേ ഉള്ളൂ. പിന്നെ ചാനൽ വന്നപ്പോഴാണ് കേബിൾ വന്നപ്പം കുറേ, അത് കഴിഞ്ഞാണ് ഏഷ്യാനെറ്റ് ഈ ഇത്രയും ചാനലുകളുണ്ടായി. അപ്പോൾ ഈ ചാനലുകൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സന്ധികളെല്ലാം നമ്മളെ കൊണ്ടുപോയി. അന്ന് കൂടുതലും കൊണ്ടുപോയത് എന്താ, സീരിയലാണ്. ഇപ്പോൾ അതിൻ്റെ കാലം കുറയാണ്, സീരിയൽ കൊണ്ട്. അത് കഴിഞ്ഞ് ആണ് ഞാൻ രാവിലെ പറഞ്ഞ ജെൻസിയൊക്കെ രൂപപ്പെടുത്തിയത് കൂടുതലും എന്താ, മീഡിയയാണ്. ജനിച്ച് വീഴുമ്പോഴേ കയ്യിലോട്ട് കൊടുത്ത എന്താ, ഫോണോ അല്ലെങ്കിൽ TV മുമ്പിലോ ആണ്. ഇനി കോവിഡിന് ശേഷം ഉണ്ടായതിന് പറയുകയും വേണ്ട, എന്തേ ഉള്ളൂ, മൊബൈലേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് ബന്ധങ്ങൾ കുറഞ്ഞു, മീഡിയ ഫോം ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവിടെ നമ്മൾ ഓർക്കപ്പെടേണ്ടത്, ഫാമിലി ഈസ് എ വർക്ക്ഷോപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളെ പണിയുന്ന ആരാ, ദൈവമാണ്. ബന്ധങ്ങൾ പണിയപ്പെടുന്നത് വീട്ടിലാണ്, ആണോ? ആണ്. ഇതിനെല്ലാം നോക്കേണ്ട ഒറ്റയാളാണ്, കർത്താവിനെ നോക്കിയാൽ മതി. ഒത്തിരി ബന്ധങ്ങളുണ്ട് നമുക്ക്. എൻ്റെ പൊന്നു പ്രിയരെ, ഒരു അപ്പനും മോനും എങ്ങനെ ആയിരിക്കണം, അപ്പനും മോനും എങ്ങനെ ആയിരിക്കണം, ആരെ നോക്കിയാൽ മതി, യേശുവിന്. എനിക്കറിയാവുന്ന മക്കളെ, കുഞ്ഞുങ്ങളെ, എനിക്കറിയാവുന്ന ആ ഒരേ ഒരു മോൻ, ആ അപ്പന് ഒറ്റ മോനേ ഉള്ളായിരുന്നു. കേട്ടോ മോളെ, ആ അപ്പന് ഒറ്റ മോനേ ഉള്ളത്. ആ മോൻ കുറേ നാളത്തേക്കിന് ദൂരെ പോയി. പക്ഷെ ആ മോൻ എന്നും രാത്രി അപ്പൻ്റെ അടുക്ക ചെല്ലും. എന്നിട്ട് നേരം വെളുപ്പോളം അപ്പൻ്റെ അടുക്കയിരിക്കും. ഇവർ രണ്ടും കൂടെ ഓൾ നൈറ്റ് വർത്താനം പറയും. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഇവരെന്തുവാടാ ഈ സംസാരിക്കാൻ. അതിന് വേറൊരു കാര്യമുണ്ട് ഈ അത്ഭുതപ്പെടാൻ. ഞാനൊരിക്കലും ഒരു മോനോട് പറഞ്ഞു, മോനെ, യു ഹാവ് ടു ടോക്ക് മോർ ടു യുവർ ഡാഡ്, ഹി നീഡ്സ് ഇറ്റ്, ബാഡ്ലി നീഡ് ഇറ്റ്. അപ്പോൾ അവനോട് പറഞ്ഞു, അപ്പനോട് ഞാൻ എന്തോ ഒത്തിരി നേരം പറയുന്നത്, നോ സബ്ജക്റ്റ്. ഞാനൊരു ദിവസം രാത്രി എമർജൻസിക്ക് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഫോൺ കോൾ ബിസി വെളുപ്പിനെയാകുക, എമർജൻസി. അവസാനം ഞാൻ കൂളിംഗ് ബെൽ അടിച്ചപ്പോൾ കൊച്ചൻ കഥ തുറന്നു, +2 പഠിക്കുന്ന. അന്നേരം ഇവൻ്റെ ചെവി ഫോണാണ്. ഞാൻ ചുമ്മാ ഫോൺ പിടിച്ച് നോക്കിയപ്പം 12 മണിക്ക് തുടങ്ങിയ കോളാണ്. ആരെ വിളിക്കുക, അപ്പനെയാണ്, അവൻ്റെ പെണ്ണിനെ വിളിക്കുക. എനിക്ക് അന്നും ഇന്നും അത്ഭുതം. ഈ 3 മണി തൊട്ട് ഈ നേരം വിളിക്കോളൂ ഇവരെന്തോ ഈ പറഞ്ഞ്. എനിക്കറിയാൻ പറ്റാത്തൊരു കാര്യമാണ്, ഹമാസ് പലസ്തീൻ യുദ്ധത്തെക്കുറിച്ചാണ്, UDF ഗവൺമെൻറ്റിൻ്റെ ഭാവിയെക്കുറിച്ചാണ്, രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ചാണ്, തമിഴ്നാട് രാഷ്ട്രീയം വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇതൊന്നും അല്ല പറഞ്ഞു. പെണ്ണിനോട് വർത്തമാനം പറയാനുണ്ടല്ലോ, പക്ഷെ ആരോടും മിണ്ടാൻ ഒക്കുന്നില്ല. ഈ ഒറ്റ മോൻ്റെ പേരറിയാവും, ഒറ്റ മോൻ. രാത്രി മുഴുവൻ വർത്തമാനം പറഞ്ഞാൽ മോൻ്റെ പേരറിയാവും, യേശുവാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ. അപ്പോൾ രാത്രി മുഴുവൻ ഈ ഒറ്റ മോൻ ആരോട് വർത്തമാനം പറയാറ്? നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? രാഷ്ട്രപിതാവ് ആരാ? ഗാന്ധിജിയുടെ ആത്മകഥ എന്താ? വായിക്കണം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അതിനകത്ത് 3-ാമത്തെ അധ്യായം വായിക്കണം, അച്ഛൻ്റെ മരണം. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ അച്ഛൻ്റെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക. അപ്പോൾ കസ്തൂർബായെ കല്യാണം കഴിച്ചു. അപ്പം തനിക്കങ്ങ് എഴുന്നേറ്റ് പോകണം. അപ്പോൾ ഉപ്പാപ്പം വന്നിട്ട് പറഞ്ഞു, നീ വേണേൽ പൊക്കോളം പറഞ്ഞു. അങ്ങനെ കസ്തൂർബ എടുക്ക പോയി മുറിക്കകത്ത് കഥ കടച്ചിരുന്ന ഒരു സമയമായപ്പം പരിചാരകൻ കൊട്ടിയപ്പം തുറന്നപ്പം പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയി.
അത് ഗാന്ധിജിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കുറച്ചു നേരം കൂടെ കാല് തിരുമ്മിയായിരുന്നെങ്കിൽ അച്ഛൻ മരിക്കുമ്പം മോൻ്റെ കണ്ണി നോക്കി എന്ത് ചെയ്തേനെ, മരിച്ചേനെ. അച്ഛൻ്റെ മരണമെന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധിജിക്കുണ്ടായ സങ്കടം എഴുതുന്നുണ്ട്. സത്യത്തിൽ ഒരപ്പനോട് മോനിരുന്ന് വർത്താനം പറയുന്നത് നോക്കാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കി. അപ്പന്മാർ ഏത് പ്രായത്തിലായിക്കോട്ടെ, എൻ്റെ അപ്പൻ ജീവിച്ചിരിപ്പെന്നുള്ളവരൊന്ന് കൈപൊക്കിക്കുക. നിങ്ങൾ ഏത് പ്രായത്തിലായിക്കോട്ടെ, അപ്പൻ ജീവിച്ചിരിക്കുന്നവർ, പിള്ളേർ മാത്രമല്ല എല്ലാവരും, സ്വന്തം അപ്പൻ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കി, ശരിക്കും കൈപൊക്കി. ശരി, കൈതാത്തിട്ടെ. കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് 3 മണിക്കൂർ അറ്റ് എ ടൈമിൽ അപ്പനോട് വർത്തമാനം പറഞ്ഞിട്ട് കൈപൊക്കിക്കുക. കഴിഞ്ഞ 2 ആഴ്ചക്കകത്ത് ഒരു 3 മണിക്കൂർ അപ്പനോട് വർത്തമാനം പറഞ്ഞവർ കൈപൊക്കിക്കുക, ഒറ്റയ്ക്ക്, അറ്റ് എ ടൈമിൽ. 2.5 മണിക്കൂർ വർത്തമാനം പറഞ്ഞിട്ട് കൈപൊക്കിക്കുക. 2.5 മണിക്കൂർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരാൾ 2 മണിക്കൂർ ഒറ്റ ടൈമിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് കൈപൊക്കിക്കുക. പോട്ടെ, 1.5 മണിക്കൂർ ഒറ്റ ടൈമിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞൊരു കൈപ്പൊക്കി. പോട്ടെ, 1 മണിക്കൂർ അറ്റ് എ ടൈമിൽ അപ്പനോട് ഇരുന്ന് വർത്തമാനം പറഞ്ഞൊരു കൈപ്പൊക്കി. 1, 2, ദൈവം അനുഗ്രഹിക്കട്ടെ. 1/2 മണിക്കൂർ അറ്റ് എ ടൈമിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞൊരു കൈപ്പൊക്കി. അറ്റ് എ ടൈമിൽ ഒരാൾ, ദൈവം അനുഗ്രഹിക്കും. കണ്ടോ, അത് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. ഒരപ്പനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? മക്കളിൽ നിന്ന് എന്ത് ചെയ്യണം? വർത്താനം പറ. പച്ച മലയാളത്തിലൊക്കെ നിൻ്റെയൊക്കെ അണ്ണാക്കിൽ എന്താണെന്ന് ചോദിക്കണം. പക്ഷേ ഇവരാരോടും മിണ്ടത്തില്ല. കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞാൽ എന്തോ പറ്റും മക്കളെ? അപ്പനോട് വർത്താനം പറ. പക്ഷേ ഈ ആരെ നോക്കിയാൽ മതി? യേശു. രാത്രി മുഴുവൻ പിതാവിനോട് വർത്താനം പറയുക. നിങ്ങൾ ഓർക്കണം, രാത്രി മുഴുവൻ ഈ യേശു ആരോടാണ് വർത്താനം പറഞ്ഞത്? അപ്പനോട്. ഇനിയും വീണ്ടും ഒരു കാര്യം, ഒരമ്മയും മകനും എങ്ങനെ ആയിരിക്കണം? യേശുവിനോട് നോക്കിയാൽ മതി. ഒരു മകൻ അമ്മയോട് എങ്ങനെ ആയിരിക്കണം? അമ്മയുടെയും മകൻ്റെയും ഒക്കെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്ന ഒരു ലോകമായി ലോകം. വല്ലാതെ സങ്കടത്തോടെ പറയുകയാണ്. ഞാനത് ഒത്തിരി വേദി പറഞ്ഞു. ഒരമ്മയ്ക്ക് ഇങ്ങനെ അത് ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക. എനിക്കറിയാവുന്ന അമ്മച്ചി നടന്ന കാര്യമാണ്, ഇത് കഥയല്ല, തമാശയല്ല, നടന്ന കാര്യം. എനിക്കറിയാവുന്ന അമ്മച്ചി മോനുമായിട്ട് ഒരു ഇടർച്ച ഉണ്ടായി. മോൻ അമ്മച്ചിയുടെ വീട്ടിൽ ഒറ്റയ്ക്ക് അമ്മച്ചി താമസിക്കുന്നത്, മോൻ കയറാതായി. എക്സ് എന്ന മോൻ, ഞങ്ങൾ പേര് പറയത്തില്ല. പക്ഷെ നടന്ന കാര്യം, ഈ അമ്മച്ചി മോൻ മിണ്ടാതായിപ്പോൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മോനെ കാണണം. ഞാൻ വിളിച്ചു, വന്നില്ല. വീണ്ടും ഈ അമ്മച്ചിക്ക് കണ്ണിന് ക്യാൻസറായി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു 6 മാസം കൊണ്ട് അമ്മച്ചിയുടെ കണ്ണിൻ്റെ കാഴ്ച മൊത്തം പോകും. ഈ അമ്മച്ചി എൻ്റെ അടുക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് മോനെ കാണണം. 6 മാസം കൂടെ എനിക്ക് കാണാനൊക്കത്തുള്ളൂ. എനിക്ക് ആരെ കാണണം? പെന്തക്കോസ്തുകാരാ കേട്ടോ, അത്രയും പറയാം. അപ്പം ഞാൻ ഈ മോനെ വിളിച്ചു, പലരെയും കൊണ്ട് വിളിപ്പിച്ചു, അമ്മച്ചിയെ കാണണം. വന്നില്ല. ഒടുവിൽ ഈ അമ്മച്ചി ചെയ്തത്, ഒരു ദിവസം എൻ്റെ അടുക്ക് വന്നിട്ട് 1 കെട്ട് പൈസ തന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ മരണത്തിൻ്റെ തലേദിവസം വരെ വന്നാൽ ഇത് അസാധു, നീ എന്തെങ്കിലും ചെയ്തോ ഈ പൈസ കൊണ്ട്. പാവങ്ങൾക്ക് ഫുഡ് കൊടുത്തു. വരാതിരിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തിട്ട് എൻ്റെ മോൻ വന്ന് ശവത്തെ പിടിച്ച് വലിയ ആൾ കളിച്ചാൽ തുടിപ്പിച്ചേക്കരുത്. അപ്പം ബലം പിടിച്ചാൽ ഗുണ്ടയെ വിളിക്കണം. ഗുണ്ടയ്ക്ക് കൊടുക്കാനാണ് ഈ പൈസ. എൻ്റെ ഒരു അമ്മച്ചി പൈസ തന്നു. ആർക്ക് കൊടുക്കാൻ? ഗുണ്ടയ്ക്ക് കൊടുക്കാൻ. അഹങ്കാരം കൊണ്ടാണെന്ന് പറയല്ലേ, അവിവേകമായി പോയെങ്കിലും അമ്മച്ചിയെ സമാധാനിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, അന്നൊരു ഗുണ്ടയാകണമെങ്കിൽ ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു. മോൻ വന്നില്ല. അവസാനം കാഴ്ച മൊത്തം പോയി. ഓരോരുത്തരും പോകുമ്പോൾ അമ്മ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നു, മോനാണോ? മോനെ കാണാതെ അമ്മ മരിച്ചു. ബോഡിയൊക്കെ എടുത്ത് വെച്ചപ്പം താണ്ട് വരുന്നു. അയ്യോ, എൻ്റെ പെരുവിരലേന്നൊരു പെരുപ്പ് കയറി. നമ്മളെ അറിയാവുന്ന ഭാര്യയ്ക്കല്ല. എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്ന് ഇവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ഇട്ടേ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അവൾ പോയാൽ കിട്ടാൻ പാടാ, കോഴിക്കോട്ടാ. വലിയ ദൂരം പോയി എങ്ങനെ കൊണ്ടുവരും. ഞാൻ ചോദിച്ചു, ഞാൻ പിന്നെ എന്തോ ചെയ്യണം? മിണ്ടരുതെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ എന്താ പറയണ്ടേ? 1 കൊരിന്ത്യർ 15 വായിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. എന്നാലും അങ്ങനെ അങ്ങ് വിടാൻ നോക്കൂ. അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു പ്രസംഗം ചെയ്തു. ഓൾ മലയാളീസ് ആർ ഗുഡ് സിംഗേഴ്സ്. എല്ലാ മലയാളിയും പാട്ട് പാടും. എപ്പോഴാണെന്നറിയാമോ? കുളിക്കാൻ കയറുമ്പോഴാണ്, ബാത്റൂമിൽ പാട്ട് പാടും. എവിടെ തപ്പുമ്പോഴാണ് പാട്ട് വരുന്നേ? ആദ്യം സോപ്പിടുന്ന എവിടാടാ? ഒരു കുളിക്കാൻ കയറിയിട്ട് ആദ്യം സോപ്പിടുന്ന എവിടാ? ഇപ്പം പിള്ളേരൊക്കെ ഉരുട്ടായെങ്കിൽ വെള്ളം തീർക്കും. ആദ്യം സോപ്പിടുന്ന എവിടാ? പുറത്താണ് ആദ്യം സോപ്പിടുന്നത്. ഒരു മലയാളിയാണോ മനുഷ്യനാണോ ആദ്യം സോപ്പിടുന്നത്? ഇവിടെ ഞെളിഞ്ഞ് ഇവിടെ സോപ്പിടുമ്പോഴാണ് ആരെയും സരിഗമയൊക്കെ പാടുന്നത്. കുളിമുറിയിൽ നിന്ന് പാട്ട് വരത്തില്ലേ? പുക്കളെ സോപ്പിട്ട് ഉരയ്ക്കുമ്പോഴാണ്. പുക്കൾ ആരെ ഓർക്കാനാ? അമ്മയെ ഓർക്കാനാ. പുക്കൾക്കൊടി ഉള്ളവൻ ആരെ ഓർക്കണം? എന്നിട്ട് ഞാൻ ഒരു കഥ പറഞ്ഞു. അതായത് തിരുവനന്തപുരത്തു നിന്ന് തെക്ക് തമിഴ്നാട്ടിലൊരു സഹോദരൻ ഞങ്ങളുടെ റാന്നിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി.
അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി ഇദ്ദേഹം പോകണം. ഒറ്റ മോനേ ഉള്ളൂ, അമ്മ മരിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സൗര ഒറ്റയ്ക്ക് പോകണ്ട, ഞാനിവിടെ വരാം. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് നാഗർകോവിൽ ചെന്നു. എൻ്റെ പൊന്നുപ്രിയരെ, നാഗർകോവിൽ ചെന്നപ്പം വെളുപ്പിനെയായി. മരിച്ച അമ്മയെ കാണാൻ പോവാണ്. പക്ഷെ ചെന്നപ്പോൾ ആൾക്കാർ ഒരുത്തൻ കൂടി വന്നിട്ട് പറഞ്ഞു, എടേ പെട്ടെന്ന് അല്ലേ അമ്മ നോക്കി കിടക്കാം. അപ്പം ഞാനോടത്ത് അമ്മ മരിച്ചില്ലേ. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞു, അയ്യാ ഓടിച്ചെല്ലയ്യാ. ഞാൻ ചെന്നു. അമ്മ ഇങ്ങനെ മരിച്ച പോലെ കിടക്കുകയാണ്. ഒരു തുണിയൊക്കെ വിരിച്ച് CSIക്കാരാ, തെക്കൻ തിരുവിതാംകൂറിലുള്ള, അവരെല്ലാവരും പാട്ടൊക്കെ പാടുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം തൊണ്ടക്കുഴിയിൽ ചെറിയ അനക്കമുണ്ട്, മരിച്ച പോലെ കിടക്കുക. ഞാൻ എൻ്റെ കണ്ണിനൊരു കാഴ്ച കണ്ടു. ഈ മോൻ മുട്ടുകുത്തി അമ്മയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മ അപ്പനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പനെ നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ കണ്ണ് തുറന്ന് ഈ മോനെ നോക്കി. 2 തുള്ളി കണ്ണീര് ടപ്പെന്നടച്ചു. ആരെ നോക്കി കിടക്കുക? ആരെ ഏൽപ്പിക്കാൻ? അപ്പനെ ഏൽപ്പിക്കാൻ. ഇതാണ് അമ്മ, ഇതാണ് അമ്മ, ഇതാണ് അമ്മ. പക്ഷേ ആ മോൻ വന്നില്ല. അവസാനം ശവടക്കിന് വന്നപ്പോൾ ഞാൻ ഒരു അതിബുദ്ധി കാണിച്ചു. മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, മോനെ ഒരു അതിബുദ്ധി. എനിക്കറിയാവുന്ന ആ അമ്മയുടെ മോന് കുരിശിൽ കിടക്കുക, ഭയങ്കര വേദനയാണ്. ആ തീവ്ര വേദന താപ്പോട്ട് നോക്കിയപ്പോൾ അമ്മ നിൽക്കുന്നു. അമ്മ ആരെങ്കിലും ഏൽപ്പിക്കണ്ടേ? ചോദിച്ചു യോഹന്നാനോട്, സ്നേഹമുള്ള യോഹന്നാനെ, എൻ്റെ അമ്മയെ നിനക്ക് നോക്കാവോ? അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയൊരു മോനുണ്ട്, പേരെന്താ? യേശുവാണ്. മറക്കരുത്, അമ്മയെ ഏൽപ്പിച്ചിട്ട് പോയ മോൻ്റെ പേരെന്താ? ഒരമ്മയും മോനും എങ്ങനെ ആകണമെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി. യേശു അതിൻ്റെ കാര്യം പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഉമ്മയ്ക്ക് കാവൽ നിന്നൊരു മോനുണ്ട്. നോക്കുക, ആ മോനാ ഉമ്മയെ നോക്കുന്നേ. പാവം പിടിച്ച മോന് ഉമ്മയ്ക്ക് നോക്കുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ കഞ്ഞി കൊടുക്കും, കണ്ടിട്ടുണ്ടോ? കഞ്ഞി മേടിക്കാൻ ഒരു ചോറ്റുപാത്രമായിട്ട് ഇറങ്ങിപ്പോയി മോനെ വണ്ടി ഇടിച്ചു തെറിച്ച് വീണു. ആരോ എടുത്ത് അവനെ മടി വെച്ചു. അന്നേരം അവൻ്റെ കൈ ചോറ്റുപാത്രമുണ്ട്. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് അവൻ ചോദിച്ചെന്നാണ്, ഉമ്മയ്ക്കാരാ കഞ്ഞി കൊടുക്കുന്നേ? ഉമ്മയ്ക്കാരാ കഞ്ഞി കൊടുക്കുന്നത്? ഒരമ്മയും മോനും എങ്ങനെ ആകണമെന്ന് അറിയാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കും. യേശുവിനെ നോക്കിയാൽ മതി. ഇനി ഒരു അപ്പൻ മോനോട് എങ്ങനെ ആകണം? സത്യത്തിൽ ഇന്നത്തെ ഈ മക്കളുടെയൊക്കെ ഒരു പ്രശ്നം, ഒരു ഭയങ്കര പ്രശ്നമാണ്. ഇന്നത്തെ പിള്ളേരെ നമുക്ക് തല്ലാനൊക്കത്തില്ല. തല്ലിയ ഇവർക്ക് ഭയങ്കര മുറിവാണ്, ഇവരങ്ങ് മുറിയുവാണ്. അയ്യോ, വർഷങ്ങൾ ഓർത്തിരിക്കുക. എൻ്റെ പൊന്നു, ശരിയാണോ ഞാൻ പറഞ്ഞേ? നമുക്ക് ഈ പിള്ളേരോട് നമ്മുടെ അപ്പന്മാർ ഇടപെട്ട പോലെ ഇടപെടാനൊക്കെ പോകും. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, എനിക്ക് നല്ല തടിയായിരുന്നു, ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു ഞാൻ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞു. ഈ മനുഷ്യനുണ്ടല്ലോ, വൈകുന്നേരം വന്നപ്പോൾ ഒരു പുതിയ കയറുമായിട്ട് വന്നേക്കും. പുള്ളി അത് ഓർത്തിരുന്നു. വൈകുന്നേരം വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ, ഇവിടെ ഇരിക്കുന്ന കയറിലൊന്നും ചാകരുത്, തടിയാ, പൊണ്ണ, ഇത് പൊട്ടിപ്പോയാൽ നിൻ്റെ മോന്ത കൊള്ളത്താകും, അതുകൊണ്ട് ഇവത്തെ തൂങ്ങണമെന്ന് പറഞ്ഞു. ധൈര്യമുണ്ട്, കൊടുക്കരുത് കയറൊന്നും, ഇതുങ്ങൾ കാണിച്ച് കളയും. ചുമ്മാ ഒരു ബലമില്ലാത്ത പിള്ളേരെ നമ്മൾ ചത്തോ? അയ്യോ, നമുക്കൊരു വിഷയമല്ല. നമ്മൾ ചിരിച്ചോണ്ട് നിൽക്കുക, എനിക്ക് ആകുമൊന്നും വേണം, ഞാൻ ചുമ്മാ നമ്മൾ ഇതൊന്നും ഒരു വിഷയമല്ല. എൻ്റെ പോനെ എന്നെയൊക്കെ അടിക്കുന്ന അടി പ്രായമായിട്ടും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ അടിയായിരുന്നു. ഈ പപ്പൻ അടിക്കുന്ന എന്നെ ഉടുക്കാക്കുണ്ടിയാക്കിയിട്ടായിരുന്നു. നിക്കറെല്ലാം ഊരും, എന്നിട്ട് പോയി എണ്ണ ചൂടാക്കി കൊണ്ടുവന്ന് ഇങ്ങനെ പെരട്ടും. പുള്ളിക്ക് ഭയങ്കര രസമായിരുന്നു എന്നെ അടിക്കുന്നത്. സമയമെടുത്ത് അടിക്കുന്നത്. അതിങ്ങനെ പെരട്ടി നല്ല തൂത്ത് മയമൊക്കെ വരുത്തി, എന്നിട്ട് വടി പോയി വഴറ്റിക്കൊണ്ടൊക്കെ വന്നിട്ട്, പുള്ളിക്കൊരു കലാപരിപാടിയായിരുന്നു എന്നെ അടിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഒരു മുറിവുമില്ല. ഇന്നത്തെ ദിനം തൊട്ടേ കുറച്ച് കഴിയുമ്പം കൗൺസിലിങ്, പിന്നെ അവർക്ക് ഇന്നർ വൂണ്ട്, ഭയങ്കര പ്രശ്നമല്ലേ. അടിച്ചു, ഒന്നും താങ്ങാൻ വയ്യാത്ത പിള്ളേരാണ്. ഈ പിള്ളേരെ എങ്ങനെ വളർത്തും അറിയത്തില്ല. അങ്ങനെ കുറേ പിള്ളേർ അങ്ങ് തെന്നിപ്പോയി. അവരെല്ലാം അങ്ങ് പോയി. നേരം വെളുത്തപ്പോൾ ഒറ്റ ഒരുത്തരം തുണി പോലുമില്ല, തുണിയില്ലായിരുന്നു. വെളുപ്പിനെ അലഞ്ഞ് തിരിഞ്ഞ് കയറി വരിക. ഒരാൾ ആ കരയ്ക്ക് നിന്നു, ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ പറ്റുമുണ്ടോ? കഴിച്ചോ? നമ്മളപ്പം എന്നെ ചോദിച്ചേനെ.
കഴിക്കടാ പോയി വെച്ചിട്ടുണ്ടമ്മ, നല്ലപോലെ നിന്നെ കൊടുക്കടി. അത് കേൾക്കുമ്പോഴേ കഴിക്കാൻ തോന്നത്തില്ല. പക്ഷെ നമ്മളെ ഈ കർത്താവ് ചോദിച്ചത് എന്താ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ ചോദിച്ചു. എല്ലാം കൊടുത്തിട്ട് പത്രോസിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഈ തീക്കനല്ല, ഈ പത്രോസ് ഒരു തീയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് അറിയത്തില്ലെന്ന് പറഞ്ഞ് ആ തീ കൊണ്ടുവച്ചു. തീ കൊണ്ടുവച്ചിട്ട് അവനോട് ചോദിച്ചു, സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? ഒടുവിൽ വീണ്ടും ചോദിച്ചു, സ്നേഹമുണ്ടോ? പത്രോസ് പറയുന്നു, നീ സകലതും. അവിടെ തൊട്ട് പറ്റും പത്രോസ് മാറി. പിന്നെ പത്രോസ് പോയിട്ടില്ല. എത്ര ഇടറിപ്പോയവനെയും സ്നേഹം കൊണ്ട് വിശുദ്ധീകരിക്കാനും ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ച ഒരപ്പനുണ്ട്. ആരാ? യേശുവാണ്. എത്ര ഇടറിപ്പോയവനെ. അപ്പം നമ്മുടെ ബന്ധങ്ങളെ എല്ലാം പണിയുന്ന ആരാ? യേശുവാണ്. അതുകൊണ്ടാണ് നസ്രി 12ാമത്തെ വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ കാണുന്നുണ്ട്. യേശു ദേവാലയത്തിൽ തിരിച്ചു പോയിട്ട് യേശു എന്ത് ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത്. അവൻ നസ്രത്തിൽ മടങ്ങിപ്പോയി മാതാപിതാക്കൾക്ക്, മക്കളെല്ലാവരും പറഞ്ഞ് നസ്രത്തിൽ മടങ്ങിപ്പോയി മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴടങ്ങി. മാതാപിതാക്കൾക്ക് അടുത്ത വാക്യം എന്താ? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിലും എന്ത് ചെയ്തു? മുതം. അങ്ങനെയാണോ? ലൂക്കോസ് 2. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ. യേശു പോയിട്ട് ആർക്ക് കീഴടങ്ങിയിരുന്നു? മാതാപിതാക്കൾ കീഴടങ്ങി. ഒരു അപ്പനോടും അമ്മയോടും മക്കൾ എങ്ങനെയാണെന്ന് അറിയാൻ ആരെയും നോക്കിയാൽ മതി. എന്നിട്ട് 2 അനുഗ്രഹം ഉണ്ടായി, ദൈവത്തിൻ്റെയും മനുഷ്യൻ. യേശു ദൈവമായിരുന്നു, എന്നിട്ടും പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹവും മനുഷ്യൻ്റെ അനുഗ്രഹവും. അപ്പോൾ 2 അനുഗ്രഹങ്ങൾ വേണം. ആരുടെ? ദൈവത്തിൻ്റെ അനുഗ്രഹവും വേണം, മനുഷ്യന്. അത് മറക്കരുത്. ദൈവത്തിൻ്റെ അനുഗ്രഹവും വേണം. ഒന്നുകൂടെ പറഞ്ഞേ, ഇതിനെല്ലാം ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ്. ഞാൻ പറഞ്ഞ എൻ്റെ അപ്പന് ഖദർ ജുബായ ഉണ്ടായിരുന്നു. ഖദർ ജുബായും ഖദർ മുണ്ടും, പോക്കറ്റിലൊരു നല്ലൊരു പേഴ്സും ഒരു പേനയൊക്കെ കുത്തിങ്ങനെ നിൽക്കുക. അപ്പോൾ പേഴ്സിൽ എപ്പോഴും പൈസ കാണും. കള്ളം പറയല്ല, 1,00,000 രൂപ കാണും മിനിമം എൻ്റെ അപ്പൻ്റെ പോക്കറ്റ്. എനിക്ക് ഓർമ്മയായപ്പം മുതൽ അതിനകത്തുനിന്ന് ഇച്ചിരി എടുത്താൽ അന്ന് തന്നെ നിറയും. അക്ഷയപാത്രം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ പൈസയൊക്കെ ചോദിച്ചാൽ തരും. പക്ഷെ തരണമെങ്കിൽ ഒത്തിരി കഥ പറയും. ഉടനെ ഒന്നും എടുത്ത് തരത്തില്ല, കുറേ ഇരുത്തിയൊക്കെ തരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കഥ പറയുന്ന ഇതായിരുന്നു. അപ്പം മിലിട്ടറിയിൽ നിന്ന് വന്നു. അപ്പച്ചനുണ്ട്, അപ്പയുടെ അപ്പച്ചന് എടുക്കാൻ വന്നിട്ട് അന്ന് മിലിട്ടറിയിൽ നിന്ന് വന്നപ്പം കിട്ടിയ പൈസ ഉണ്ട്. മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് അവിടെ അപ്പ കിടന്നുറങ്ങി. അന്ന് ഞങ്ങളുണ്ട്. പിറ്റേ ദിവസം രാവിലെ 3 പെങ്ങൾ പാലായിലുണ്ട്. പാലായിക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, പോകുന്നില്ല. അപ്പോൾ ഈ രാത്രി ബസ്സിലൊക്കെ തിരിച്ച് വരുമ്പോൾ 7 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, അവനോട് പറ പെട്ടെന്ന് പോയാൽ അവൻ്റെ രാത്രി ലാസ്റ്റ് ബസ് തിരിച്ചു വരാനൊക്കെ. അവനെ ഇങ്ങനെ പോകാതെ ഇങ്ങനെ കറങ്ങി അപ്പോൾ ഒരുത്തൊരുങ്ങി നിൽക്കുക. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചാ പപ്പയുടെ കൈ പൈസ ഇല്ലെന്നാണ് തോന്നുന്നത്. അതിനടി അവൻ ഇത്രയും നാളെ മിലിറ്ററി ജോലി ചെയ്തിട്ട് അവൻ്റെ ഒരു പൈസയില്ലേ. മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ തന്നിട്ടാണ് കിടന്നു പറഞ്ഞു. മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ തന്നിട്ട് എൻ്റെ അപ്പച്ചൻ വലിയ വായിക്കരഞ്ഞു. ഒറ്റ പൈസ കയ്യിലില്ലാതെ അപ്പച്ചൻ്റെ കൈ തന്നിട്ടാണ് കിടന്നു പറഞ്ഞു. അപ്പച്ചനൊരു പേഴ്സ് എടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇച്ചിരി പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ജീവകാലത്ത് പൈസ കുറയത്തില്ല. കുറഞ്ഞിട്ടില്ല. ആ പേഴ്സിൽ നിറച്ച് പൈസയായിരുന്നു. 1,00,000 രൂപ എപ്പോഴും കാണുമായിരുന്നു. പക്ഷേ അതിനും വലിയൊരു അത്ഭുതം, അവസാനം മരിക്കാറായപ്പം ഇൻ ആൻഡ് ഔട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അപ്പം ICU കയറി. ICU കിടക്കുമ്പം തിരുവനന്തപുരത്തിൻ്റെ സെൻട്രൽ പാർഷൂടാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 2 ബസ് വെള്ളറടയിൽ നിന്ന് ആൾക്കാർ വന്നു കാണാൻ. അവർ നേരത്തെ പറഞ്ഞു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ്. അപ്പോൾ തന്നെ ഞായറാഴ്ച രാവിലെ അസുഖം കൂടി ICUലായി. അപ്പോൾ ഇവർ 2 വണ്ടി ആൾ 100 പേര്. അപ്പോൾ അവർക്കുള്ള ഫുഡും എല്ലാം വെച്ച് അവരെ കാണാൻ റെഡിയായിട്ടിരിക്കുക. അപ്പോൾ വയ്യായിരിക്കുന്നവർ കാണാൻ വന്ന. അപ്പോൾ അവരെ ICU കയറ്റത്തില്ല, ICU ഇറക്കത്തുമില്ല. അപ്പോൾ ബഹളം വെച്ച് എനിക്ക് അവരെ കാണണം. അപ്പോൾ എല്ലാം ഇങ്ങനെ കടിപ്പിച്ചൊക്കെ ഇട്ടേക്കാം. അവസാനം ഡോക്ടർ പറഞ്ഞു സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്, എന്തോ ചെയ്യണം. അപ്പോൾ എൻ്റെ വൈഫ് ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ട് പറഞ്ഞു അപ്പയുടെ ആഗ്രഹമാണ്, അപ്പയ്ക്ക് എന്ത് പറ്റിയാലും നമ്മൾ അപ്പയ്ക്ക് വയ്യ, പക്ഷേ അപ്പയുടെ ആഗ്രഹമാണ് അവരെ കാണണം, അതിനുവേണ്ടി വന്നതാണ്. അതുകൊണ്ട് ആഗ്രഹം സാധിക്കട്ടെ, അതാണ് വലുത്. ശരി, നിങ്ങൾ കൺസെൻറ്റ് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൺസെൻറ്റ് എഴുതി വെച്ചു. ഞങ്ങളുടെ താല്പര്യപ്രകാരമാണ്. അങ്ങനെ അപ്പായി ഒരു വീൽ ചെയറിലിരുത്തി ഈ ICUവിൻ്റെ പുറത്ത് കൊണ്ടുവന്നു. അതൊരു ഭയങ്കര കാഴ്ചയാണ്. ICUവിൻ്റെ പുറത്ത് സൈഡിൽ കൂടെ ഒരു ഗ്രൗണ്ടുണ്ട്, അവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് വന്ന മുഴുവൻ വിശ്വാസികൾ അപ്പായുടെ മുമ്പിൽ മുട്ടുകുത്തി അപ്പായ വീൽ ചെയറിയിരുന്നു. അവരെല്ലാം കൂടെ പാടി ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ. അതൊരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ പാടിയിട്ട് അപ്പച്ചനെ എടുക്കുക. അപ്പച്ചൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ അപ്പച്ചനാണ്.
അവരപ്പച്ചൻ്റെ കൈ കൊണ്ട് കാണിക്ക കൊടുത്തു. ഞാൻ കാണിക്കയെല്ലാം മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് തിരിച്ച് വീൽചെയറെ ICU കൊണ്ടുപോയി. രാത്രിയിൽ എൻ്റെ ഭാര്യ കാണാൻ ചെന്നപ്പം പറഞ്ഞു, അപ്പ പോക്കറ്റിൽ പൈസ ഇരിക്കണം, അതിങ്ങ് തരാമോ എന്ന് ചോദിച്ചു. എന്നാൽ അപ്പ പറഞ്ഞു, ഇല്ലടി, എൻ്റെ പിള്ളേർ തന്ന പൈസ, അത് എൻ്റെ പോക്കറ്റിൽ ഇരിക്കട്ടെ, എൻ്റെ പിള്ളേർ തന്ന പൈസയല്ലേ, ഒരു സന്തോഷമാണ്, അതെൻ്റെ പിള്ളേരുടെ പൈസയാണ്. അവൾ പുറത്തിറങ്ങി. അപ്പം ICU, ഞാൻ അടുത്ത ബൈ സ്റ്റാൻഡർ റൂമിലുണ്ട്. ഒരു 4 മണിയായപ്പോൾ എന്നെ വിളിച്ചു ചെന്നപ്പോൾ അപ്പം സിങ്ക് ചെയ്യുക, മരിക്കുക. ഞാൻ നോക്കി നിൽക്കുമ്പോൾ അപ്പം മരിച്ചു. മരിക്കുമ്പോൾ ഞാൻ അപ്പയുടെ ദേഹത്ത് ഇങ്ങനെ തപ്പി തൂത്തപ്പം ടീഷർട്ടിൻ്റെ പോക്കറ്റിൽ പൈസ ഇരിക്കുന്നു. ഞാൻ ആ പൈസ എടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചു, മോർച്ചറി കൊണ്ട് ബോഡി വെച്ചു. നമുക്ക് പരിചയമുള്ള ഹോസ്പിറ്റൽ എല്ലാം കഴിഞ്ഞിട്ട് ബില്ലടയ്ക്കാൻ വേണ്ടി ഓഫീസിൽ ചെന്നപ്പം ബില്ലെല്ലാം നോക്കി പറഞ്ഞു. അതിന് എൻ്റെ വേറെ ഒരു പൈസയില്ല, ഒറ്റ പൈസയില്ല. ഈ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് വെച്ച പൈസയുള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ അവർ പറഞ്ഞ എമൗണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഞാൻ പോക്കറ്റിൽ ഇരുന്ന പൈസ എണ്ണി കൊടുത്തപ്പോൾ 1 രൂപ കൂടുതലില്ല, 1 രൂപ കുറവില്ല. ബില്ലടയ്ക്കാനുള്ള പൈസയാണ്. ആളുടെ അനുഗ്രഹമാണ്, അപ്പൻ്റെ അനുഗ്രഹം. നിൻ്റെ പോക്കറ്റിൽ എന്തോ കുറയത്തില്ല, പൈസ കുറയത്തില്ല. 2 അനുഗ്രഹം വേണം, ദൈവത്തിൻ്റെയും. അതിന് പഠിപ്പിച്ചതാരാ? ഇതും പഠിപ്പിച്ചതാരാ? യേശു. ബന്ധങ്ങളെല്ലാം പണിയാൻ ഒരാളെ നോക്കിയാൽ മതി. ആരെയാ? യേശുവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കിയാൽ യേശു ഉണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും പണിയപ്പെടും, എല്ലാ സന്ധികളും പ്രകാശമാകും, എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ട് ആരെ നോക്കണം? യേശുവിനെ നോക്കണം.